How are you doing? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. നമ്മുടെ വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ സെഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സെക്കൻഡ് സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ കഴിഞ്ഞ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? ഡിഡ് യു അറ്റൻഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഒരു ഫീഡ്ബാക്ക് തരാമോ? ജസ്റ്റ് ക്യാൻ ഐ ഗെറ്റ് എ ഫീഡ്ബാക്ക്? Hello guys. Okay. Hope everyone will be joining. Good evening, Salim. Good evening. ആരൊക്കെ ഇവിടെ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാമോ? കമന്റ് ആവും. ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. ഓക്കെ. Are you ready? If you are ready, let me just let me know. If you are excited, and let me know. If you are ready and excited, just let me know. RE, just comment down RE. If you are ready and excited, just comment down RE. Hello? ആരും ഇല്ലേ ഇവിടെ? ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് നിർത്തി പോണോ? Come on, yeah. Just be there. Okay? Respond. Okay? Let's begin. നമ്മളുടെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഇന്ന് എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് എക്സൈറ്റഡ് അല്ലെങ്കിൽ പഠിക്കാനെങ്കിലും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കുന്നു. യെസ്? യെസ് ഓർ നോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ജസ്റ്റ് കമന്റ് ഓൺ വൺ വേർഡിൽ ഫീലിംഗ് കമന്റ് ചെയ്യുക. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. അതിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ജസ്റ്റ് ലെറ്റ് മീ നോ. ജസ്റ്റ് ലെറ്റ് മീ നോ. ഹൗ ഇസ് ദ വെദർ? മഴയൊക്കെ ഉണ്ടോ അവിടെ നാട്ടില്? നിങ്ങള് മഴയുണ്ടോ? ഓക്കെ, മഴയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മഴയുണ്ട്. ഓക്കെ. നിങ്ങൾ എവിടുന്ന ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ നാടൊന്ന് കമന്റ് ചെയ്ത്, നാടിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത്. നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ക്യാൻ ഐ മേക്ക് യു ആക്റ്റീവ്? എനിക്ക് ആക്ച്വലി ഇന്ന് ഹെൽത്ത് അത്ര ഓക്കെ അല്ല. എങ്കിൽ പോലും ഞാൻ ഇവിടെ വരുന്നുണ്ട് എങ്കിൽ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തൊരു വാക്കാണ്. ഓക്കെ. അപ്പൊ അതിന്റെ പുറത്താണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് തന്നൊരു വാക്കാണ്. ശനിയാഴ്ച ഞാൻ വരും എന്നുള്ളത്. ഓക്കെ. പാലക്കാട് ഭാഗത്തു നിന്ന് കണ്ണൂർ, പാലക്കാട്, കോട്ടക്കൽ, ഒറ്റപ്പാലം, കോഴിക്കോട്, പേരാമ്പ്ര, പാലക്കാട്, ചെമ്മാട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ഇവിടെ എത്ര പേര് ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ട്രെയിനർ അല്ലെങ്കിൽ കോച്ചുമാരാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ട്രെയിനർ, കോച്ച് അല്ലെങ്കിൽ ഹീലർ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നു. എറണാകുളം, പെരുമ്പാവൂർ, ഇബ്രാഹിം, ദുബായിൽ, ഷെമാട്. നിങ്ങൾ എവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്? എറണാകുളം. ഓക്കെ, വെരി ഗുഡ്. അബ്ദുൽ ഹമീദ് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. മുബഷിറ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. കണ്ണൂർ, യെസ്. മലപ്പുറം, നബു നസീബ്, മീ എന്ന് പറയുന്നു. കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇഫ് യു വാണ്ട് ടു ബിക്കം എ കോച്ച് ഓർ ഇഫ് യു വാണ്ട് ടു മേക്ക് മില്യൺസ്, ഇഫ് യു വാണ്ട് ടു മേക്ക് മണി, വി ക്യാൻ ഡിസ്കസ് സംതിങ്. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഡിസ്കഷനിലേക്ക് വരും. നമുക്ക് പണം ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്, പല വഴികളും. ചില വഴികള് നമ്മൾ തിരിച്ചറിയേണ്ടത്. ചില വഴികൾ ഞാനിവിടെ കുറച്ച് സത്യങ്ങൾ പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ചില സത്യങ്ങൾ. ബിസിനസ് ട്രൂത്ത്, മണി ട്രൂത്ത്. ക്യാൻ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്? വെരി ഹാർഷ് റിയാലിറ്റീസ്. വളരെ ഹാർഷായിട്ടുള്ള, വളരെ വലിയ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസ്. ഓക്കെ. ഈ ലോകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരേ ഉള്ളൂ. ദ പീപ്പിൾ ഹു മേക്ക് മണി ആൻഡ് ദ പീപ്പിൾ ഹു വർക്ക് ഫോർ മണി. പണത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരും പണം ഉണ്ടാക്കുന്നവരും. പണം ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ there are people who work for other people and there are people who give work others. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ജോലി എടുക്കുന്നവരും. ക്ലിയർ ഇല്ല എന്നാ പറയുന്നത്? ക്ലിയർ ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല. ഇവിടെ ഈ മഴ പെയ്തതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ? ക്ലിയർ ഇല്ലായ്മയുണ്ടോ? അത് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ക്ലിയർ ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ ഉണ്ടോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണെന്ന് പലരും പറയും. ഓക്കെ ആണ്. യെസ്, ക്ലിയർ ഉണ്ട്. വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ മഴ കാരണം നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെഷനിലേക്ക് വരാം. റെഡി?
നമ്മുടെ എല്ലാ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ. ഉമൈബ മാം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉമൈബ മാം, ആർ യു ദേർ? യെസ്, ഓക്കെ, ഉണ്ടെന്ന് വിചാരിക്കുന്നു. പല ആൾക്കാരും നമ്മുടെ പല പ്ലാറ്റ്ഫോം ഉണ്ടോ? ആർ യു ഹിയർ? ഉണ്ട്. എന്താണ് വിശേഷം മാം? സുഖമാണോ? നമ്മുടെ ഇന്നലത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ, മോർണിംഗില്? മാം നമ്മളുടെ ഒരു പെർസെന്റേജ് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബിലുള്ള ആളാണ് അല്ലേ? അതെ. സോ എങ്ങനെയുണ്ട് 1% ക്ലബിലെ ക്ലാസ്സുകളൊക്കെ? ക്ലാസ്സുകൾ അടിപൊളിയാണ്. ഓക്കെ, 1% ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,40,000 രൂപ വില വരുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാമാണ് 1 ഇയർ. അപ്പം ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു ആളാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു സെഷനിൽ വരുന്നുണ്ട്. ഷി ഓൾവേസ് വാണ്ട് ടു മേക്ക് മണി. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ എന്താ ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് സീക്രട്സുകൾ പറഞ്ഞുതരാം. മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്രട്സ്. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് മണി, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൽത്ത് മൈൻഡ് സെറ്റ് നമ്മൾ തിരിച്ചറിയണം. വെൽത്ത് മൈൻഡ് സെറ്റ് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഞാനിവിടെ കുറച്ച് സ്ലൈഡ്സ് കാണിക്കാം. ആ സ്ലൈഡ്സ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമുക്ക് അതിലൊന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയട്ടോ എന്നോട്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ നോക്കട്ടെ. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഐ വിൽ ഷെയർ വിത്ത് യു. മണി ആൻഡ് വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ റിയാലിറ്റി കുറച്ച് മനസ്സിലാക്കേണ്ടത്. ആ റിയാലിറ്റിയെ കുറിച്ചൊന്ന് സംസാരിക്കും. ഇത് നമുക്ക് എന്താ വെച്ചാൽ സാധാരണക്കാരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണക്കാരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അവർക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് ഓഫ് ദ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് നമുക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് 1 സോഴ്സ് ഓഫ് ഇൻകം ആണുള്ളത്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നമ്മളിൽ അധികം ആൾക്കാരും എങ്ങനെയെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനം കണ്ടെത്തി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടാൻ കഴിയും. സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇൻകം ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ 1% ക്ലബിലെ ഒരു മെമ്പറാണ് സനസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു 1-to-1 സെഷനായിട്ട്. നമ്മൾ അതിൽ കൊടുക്കുന്ന ഒരു സർവീസാണ് 1-to-1 സെഷൻ. നമ്മൾ 1-to-1 കോച്ചിങ് കൊടുക്കും. അദ്ദേഹത്തിന് 25 കോടി എന്ത് ചെയ്യണം? സമ്പത്ത് ഉണ്ടാക്കണം. 25 കോടി അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ സമ്പാദ്യം ഉണ്ടാക്കണം. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 25 കോടി ആസ്തി ഉണ്ടാവണം. 25 കോടിയാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അടുത്ത 10 വർഷത്തേക്ക് ആകുമ്പോഴേക്കും, അങ്ങനെ 10 വർഷത്തേക്ക് ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഞങ്ങൾ പ്ലാൻ ചെയ്തു. വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തു. അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ ഒരു 1-2 റിക്വസ്റ്റ് വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ട കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. അദ്ദേഹം നിലവിൽ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, റിയൽ എസ്റ്റേറ്റിൽ ഏജന്റ് ആണ്. അപ്പം അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സൈഡിലുള്ള ഒരു ഇൻകം ഉണ്ട്. മറ്റൊരു ഇൻകം പറഞ്ഞതെന്ന് വെച്ചാൽ ആൾക്ക് വേണ്ടത് നിലവിലുള്ള 10%, 15% അല്ലെങ്കിൽ 10-20% മാക്സിമം 10-15% ഇൻകം വരുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഹോട്ടൽ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകളിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പണം മാറ്റി വെക്കണം. അതാണ് ഒരു പ്ലാൻ. വേറെ പ്ലാൻ എന്ന് പറയുന്നത് ലാൻഡ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം. വേറെ പ്ലാൻ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യണം. ട്രേഡിംഗ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള സ്കില്ലുകൾ പഠിക്കണം. ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് മാസം ഇത്ര വരുമാനം മാറ്റി വെക്കുക എന്നുള്ളത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏകദേശം ഇൻകം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസം 3 ലക്ഷം. സോ അദ്ദേഹത്തിന് നിലവിൽ കിട്ടുന്ന വരുമാനത്തെ എങ്ങനെ അദ്ദേഹത്തിന്റെ ചെലവുകളെല്ലാം മാറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് അത് അദ്ദേഹത്തിന്റെ ഇൻകം നല്ല രീതിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഇൻകം ഏൺ ചെയ്തു തുടങ്ങി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം വെച്ചാലും ഒരു സോഴ്സിൽ നിന്നുള്ള
ഇൻകം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാവില്ല ഒരാൾ രക്ഷപ്പെടുന്നു. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കാം, പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അധികം വൈകാതെ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണും. മിനിമം ഒരു 7 സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമെങ്കിലും നിങ്ങൾക്ക് വരണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ച് തുടങ്ങണം. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുക കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സോഴ്സ് ഓഫ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത് വരുന്നത് ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ഉണ്ടാകും. സാധാരണക്കാരന് ആക്റ്റീവ് ഇൻകം മാത്രമേ ഉള്ളൂ. ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് വരുമാനം ലഭിക്കും. എന്നാൽ റിച്ച് ആയ ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവർ ജോലി ചെയ്യാതെ മറ്റുള്ളവർ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കും. അത് ചിലപ്പോൾ ബിസിനസ്സിൽ ഇദ്ദേഹം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ബിസിനസ്സുകാരനുള്ള ജോലിക്കാരും ബിസിനസ്സുകാരനും കൂടിയിട്ട് പണം സമ്പാദിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു വരുമാനം കൊടുക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എന്ന് വെച്ചാൽ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ട് ആ ടീമിനെ കൊണ്ടെന്ന് വെച്ചാൽ പണിയെടുപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതും ഉണ്ടാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അദ്ദേഹം വർക്ക് ചെയ്യണം നിർബന്ധമില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ജോലിക്കാർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ജോലിക്കാർ പൈസ കൊണ്ടുകൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മൊത്തം ജോലിക്കാർ വർക്ക് ചെയ്യുന്ന പൈസയിൽ നിന്ന് ഒരുപാട് ജോലിക്കാർ വലിയ രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് നമ്മളൊരു എമൗണ്ട് എടുക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് എന്റെ ശരീരം ചലിപ്പിച്ച് ശരീരം കൊണ്ട് ആക്ഷൻ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ജോലി ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്നതാണ് ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ പാസീവ് ആയിട്ടുള്ള ഇൻകം നമുക്ക് അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. റിച്ച് ആയ ആൾക്കാർ എപ്പോഴും വെച്ചാൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ക്രിയേറ്റ് എ പാസീവ് ഇൻകം. അവർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പോലെ തന്നെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് വേറെ ആൾക്കാർ വർക്ക് ചെയ്യും. നമ്മൾ പാസീവാണ്, ആക്റ്റീവ് അല്ല. പാസീവ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആവാതിരിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കുക, പക്ഷെ പൈസ വരും. ജോലി ചെയ്യാതെ പൈസ ഉണ്ടാവും. മറ്റേത് ജോലി ചെയ്തിട്ടുള്ള പൈസയാണ്. സാധാരണക്കാർക്ക് ജോലി ചെയ്തിട്ടുള്ള പൈസ ഉണ്ടാവുള്ളൂ. എന്നാൽ റിച്ച് ആയ ആൾക്കാർക്ക് ജോലി ചെയ്യാതെ തന്നെ പൈസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ദേ ക്രിയേറ്റഡ് എ മണി മെഷീൻ. അവരൊരു പണം ക്രിയേറ്റ് ചെയ്യുന്ന മെഷീൻ അവർ ക്രിയേറ്റ് ചെയ്തു. സോ യു ഹാവ് ടു ക്രിയേറ്റ് എ പാസീവ് ഇൻകം സോഴ്സ്. അത് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആലോചിക്കണം. അടുത്തത് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ സാധാരണക്കാർ ചിന്തിക്കുന്ന വ്യത്യാസം. സാധാരണക്കാർ ചിന്തിക്കുന്ന അക്കാഡമിക് എഡ്യൂക്കേഷൻ വിൽ മേക്ക് യു റിച്ച് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിച്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വിജയിക്കും, ജീവിതത്തിൽ വിജയിക്കും എന്നാണ് ചിന്തിക്കുന്നത് സാധാരണക്കാർ. ഓക്കെ, അങ്ങനെ അവർ പോയിട്ട് എന്ത് ചെയ്യും, കുറെ പഠിക്കും, കുറെ PSC എഴുതാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഓക്കെ, ഒരു ഗവൺമെന്റ് ജോലിയും കിട്ടി രക്ഷപ്പെട്ടു. ഒരിക്കലും റിച്ച് ആവുന്നില്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ സെൽഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രം പോരാ, സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പോരാ, കോളേജ് വിദ്യാഭ്യാസം മാത്രം പോരാ, ഈ പറഞ്ഞിരിക്കുന്ന അക്കാഡമിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസോ സംഗതികളോ മാത്രം പോരാ. അതല്ലാതെ എനിക്ക് മറ്റുള്ള സ്കില്ലുകൾ ഞാൻ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് പണം മുടക്കും അവർ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് കാണും, ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ നിന്നുള്ള ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് കാണും, അത് മാത്രമേ ചെയ്യുള്ളൂ. What do you want to become? Do you want to become rich? നിങ്ങൾക്ക് റിച്ച് ആവണം? Tell me, നിങ്ങൾക്ക് റിച്ച് ആവണം? Do you want to become rich? I'm asking you, do you really want to become rich? Yeah? Do you really want to become rich? വേണോ? ചുമ്മാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആയ കൊള്ളാം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല. ഇത് മഞ്ഞൾ പൊടിക്ക് നടക്കുന്ന പരിപാടിയൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കണം, പണിയെടുക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കേണ്ടി വരും. ചില സമയത്ത് പണം കൊണ്ട് എറിഞ്ഞു വീഴ്ത്തേണ്ടി വരും. യു ഹാവ് ടു ഹാവ് സം മണി ടു ഇൻവെസ്റ്റ്. നിങ്ങൾ ഇതുവരെ കേട്ട് ഒരു പൈസ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. അതിന് വഴിയുണ്ട്, പക്ഷെ ഒരു പരിധി ഉണ്ടാവും. പക്ഷെ ഇഫ് യു വാണ്ട് ടു മേക്ക് ലോട്ട് ഓഫ് മണി, യു നീഡ് ടു ഹാവ് സം മണി. കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ വേണം. അത് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും, അത് ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും, അത് ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും, അത് ചിലപ്പോൾ ഗോൾഡ് പണയം വെക്കേണ്ടി വരും. ഗോ ഡു ദാറ്റ്. ഇൻവെസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പൈസ കൊടുത്തിട്ട് പഠിക്കണം, പണം കൊടുത്തിട്ട് പഠിക്കണം. പല ആൾക്കാർക്കും എന്താ വെച്ചാൽ മടിയാ. പല ആൾക്കാരും മടിയന്മാരാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടാൻ വേണ്ടിയിട്ട് പറയണോ? കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് ഉണരും, ചിലപ്പോ നന്നാവും, ചിലപ്പോ ഒന്ന് രക്ഷപ്പെടും. പറയണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചില ആൾക്കാർ മഹാ ഉടായിപ്പാണ്.
മഹാമടിയനാണ്, ഉടായ്പാണ്, വല്ലാത്ത ബുദ്ധിക്ക് ചിന്തിക്കും, ഓവറായിട്ട് സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, ആലോചിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, റിസ്ക് എടുക്കാന്ന് പറഞ്ഞാൽ അതിന് പറ്റില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നന്നായിട്ട് സമയം മാറ്റി വെച്ചിട്ട് പഠിക്കണം, എഴുതണം, വായിക്കണം, പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റൂല. ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ ഏത് പൊട്ടനും കൈയോടും, ഏതൊരുത്തരും കഴിയും ഇതുപോലെ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാനും, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏതൊരാൾക്കും കഴിയും. ദാറ്റ്സ് ഈസി. ഡു യു തിങ്ക് ദാറ്റ്സ് ഇനഫ്? അതുകൊണ്ട് രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? എവിടെ? ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കേട്ടോ, വെറും തോന്നല. ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലബിൽ ഇരുന്നുകൊണ്ട്, മെമ്പറായി ഇരുന്നുകൊണ്ട് രക്ഷപ്പെടുന്നത് ഒരിക്കലും വിചാരിക്കണ്ട. യു ഹാവ് ടു ടേക്ക് റിസ്ക് എടുത്തേ പറ്റൂ, ആലോചിച്ചേ പറ്റൂ, പ്ലാൻ ചെയ്തേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് പണം മുടക്കിയേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് പഠിച്ചേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എത്ര കാലമായി ഇവിടെ കറങ്ങി നടക്കുന്നത്, എത്ര കാലമായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്, എത്ര കാലമായി ക്ലോസുകളിൽ ഇരിക്കുന്നത്, എത്ര കാലമായി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു? നാണമില്ലടോ, ഉള്ളിപ്പില്ലടോ. ഇത്ര ദിവസമായി ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ, ഇത്രയും കാലം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈഗോ മാറ്റിവെച്ചു, നിന്റെ എന്താ പറയാ, ഈഗോ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇറങ്ങിത്തിരിക്കണം. ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെയോ അറിയാം, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, എനിക്ക് പലതും അറിയാം. ഒരു ചുക്കും അറിയില്ല, ഒരു മാങ്ങാത്തൊലി. നീ എന്താണ് എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം, വേറെ ആരും ബോധ്യപ്പെടുത്തണ്ട. ഞാൻ അങ്ങനെ തുടങ്ങും, ഞാൻ ഇങ്ങനെ തുടങ്ങും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, മറ്റേ ചെയ്യും. ഡയലോഗ് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. എന്താണ് പോയി, ആരെ ബോധിപ്പിക്കാനാ, ആരെ കാണിക്കാനാ? ഞാൻ അഹങ്കാരത്തോടു കൂടി പറയുന്നതല്ല. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി. എനിക്കറിയാം അത് ഈസി അല്ല, എനിക്കറിയാം ഇത് ഈസി അല്ല, കഷ്ടപ്പാടാണ്, പ്രയാസമാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷെ വേറെ ആരും വരൂല കേട്ടോ രക്ഷപ്പെടുത്താൻ. ആരെങ്കിലൊക്കെ വരുന്നു തോന്നുന്നുണ്ടെങ്കിൽ വെറും തോന്നല, കാത്തിരുന്നോ. ഒരു ചങ്ങായി പെണ്ണ് കാണാൻ പോയപ്പോ എന്താ വെച്ചാല്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കുഴപ്പമില്ല. അപ്പൊ പെണ്ണിനോട് അവൻ ചോദിച്ചു, എനിക്ക് നിന്നെ പറ്റിയിട്ടുണ്ട്, നിന്നെ ഇഷ്ടമായി, നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അവന്റെ കോൺഫിഡൻസ് മുഴുവൻ തകർത്തുകൊണ്ട് അവള് പറഞ്ഞത് എനിക്കിഷ്ടമായില്ല. അപ്പൊ ഇടത്തേക്ക് എന്റെ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞേ, കാത്തിരുന്നോ യൂസുഫ് നബി കെട്ടാൻ വരും എന്ന് പറഞ്ഞ മാതിരി കാത്തു കുത്തിർന്നോ, ആരെങ്കിലൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നു വിചാരിച്ചു. മനസ്സിലാവുണ്ടോ? ആരെങ്കിലൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നു വിചാരിച്ചാണ്ട് കാത്തിരുന്നോളൂ. ആ കാത്തിരിപ്പ് ഉണ്ടാവും, ബടി ബാക്കി ഉണ്ടാവും. ഞങ്ങളവിടെ നാടൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ലൈഫിൽ ചേഞ്ച് ഉണ്ടാവണോ, റിസ്ക് എടുത്തേ പറ്റൂ. അത് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും, അത് ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഗോൾഡ് പണയം വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. റിസ്ക് എടുക്ക്, റൈറ്റ് ആയിട്ട് ചിന്തിക്കുക, എന്നിട്ട് ചിന്തിച്ചിട്ട് എന്താ വെച്ചാൽ ആഞ്ഞു പിടിച്ചിട്ട് നീ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. ഇരുന്ന് പഠിക്കേണ്ടി വരും, ഇരുന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും, സെൽഫ് നോളജിന് വേണ്ടി. അതിന് വേണ്ടിയിട്ട് 1000-ങ്ങളോ 10,000-ങ്ങളോ 30,000 50,000 1 ലക്ഷമോ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മുടക്കേണ്ടി വരും. അത് പൊട്ടത്തരാന്ന് വിചാരിക്കുന്നുണ്ടോ? എന്നാൽ യഥാർത്ഥ പൊട്ടൻ ആരാ? അങ്ങനെ ചിന്തിക്കുന്ന നീയാണ്. അത് പൊട്ടത്തരമാണ് എന്ന് ചിന്തിക്കുന്ന നീയാണ് യഥാർത്ഥ പൊട്ടൻ. കാരണം നിന്നെ രക്ഷപ്പെടുത്താൻ അറിവുള്ള പല അറിവുകളും നിന്റെ കൈകളിലേക്ക് എത്തുന്നില്ല. ഈ ലോകത്ത് വിലപിടിപ്പുള്ള ഏറ്റവും മികച്ച അറിവുകൾക്ക് നല്ല വില കൊടുക്കണം. ChatGPT നിങ്ങൾക്കറിയോ, പല പ്ലാനുകളുണ്ട്. ഒരു AI പ്ലാറ്റ്ഫോമാണ്, പല പ്ലാനുകളുണ്ട്. ബേസ് പ്ലാനാണ് നിങ്ങൾ എടുത്ത് വെച്ചാൽ ഫ്രീ ആയിട്ടാണെങ്കിൽ ഫ്രീ ആയിട്ടും അത് ഉപയോഗിക്കാം. എന്നാൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ കിട്ടുന്ന ആൻസർ ഡിഫറെന്റ് ആണ്. നിങ്ങൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബേസ് പ്ലാൻ, അതായത് $20 കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആൻസർ ആണ്. നിങ്ങൾ അതിന് മുകളിലുള്ള പ്ലാൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ക്വാളിറ്റി ആൻസർ ആണ് വരുന്നത്. അതിനും മുകളിൽ കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ക്വാളിറ്റി സൂപ്പർ ഇന്റലിജന്റ് ആൻസർ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് AI ആണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, പൈസ കൊടുത്താലേ നല്ല അറിവ് കിട്ടുള്ളൂ. നല്ല അറിവ് കയ്യിൽ കിട്ടിയാലേ രക്ഷപ്പെടുള്ളൂ. മനസ്സിലാവുണ്ടോ?
അപ്പൊ അതിന് പണം മുടക്കേണ്ടിടത്ത് പണം മുടക്കും, സമയം മുടക്കേണ്ടിടത്ത് സമയം മുടക്കും, അധ്വാനിക്കേണ്ടിടത്ത് അധ്വാനിക്കും എന്നത് ചിന്തയുണ്ടാവും. എന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ലഭിക്കാത്തത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്താത്തത്, നിങ്ങൾ ആ എനർജിയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ പണത്തിന്റെ എനർജി തരുന്നല്ലോ 432 ഫ്രീക്വൻസി. പണത്തിന്റെ ഫ്രീക്വൻസി ഏറ്റവും മിനിമം ഫ്രീക്വൻസി. നമ്മുടെ ഫ്രീക്വൻസി എത്ര? നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എവിടെ അറിയാം? പരാതിയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാം ബിലോ 200. അസൂയയും അഹങ്കാരവും ദേഷ്യവും സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കുറ്റബോധവും വെൽത്തിന്റെ ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഇവിടെ കിടക്കുന്നത്. പണം നമ്മളിലേക്ക് വെറുതെ വരില്ല. യു ഷുഡ് അപ്പ് യുവർ സെൽഫ്. അതെങ്ങനെ എത്തുന്നത്? നമ്മളോട് പോസിറ്റീവ് ആയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഹീലിംഗ് ചെയ്യേണ്ടി വരും, ഹീലിംഗ് ചെയ്യുക. അതിനു വേണ്ടി എന്താണോ പഠിക്കേണ്ടി വരും, പഠിക്കുക. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് ചെയ്യുക. നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ്, നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ്, നെവർ സ്റ്റോപ്പ് ഇംപ്രൂവിങ്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ again and again and again and again and again and again and again. Again and again and again and again you have to invest continuously. You have to do it. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ പറയുന്നു റിസൾട്ട്. നിങ്ങൾക്ക് ഗ്യാരണ്ടി റിസൾട്ട് വേണം. ഗ്യാരണ്ടി റിസൾട്ട് യെസ് ഓർ നോ? കമന്റ് ഡൗൺ. ഗ്യാരണ്ടീഡ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ GR എന്ന് കമന്റ് ചെയ്യും. ഗ്യാരണ്ടീഡ് റിസൾട്ട് GR ഒന്ന് കമന്റ് ചെയ്യും. കമന്റ് ഡൗൺ. ഗ്യാരണ്ടീഡ് റിസൾട്ട് ഉണ്ടാവാൻ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യോ? പ്രോമിസ് തരാൻ പറ്റുമോ? ക്യാൻ യു ഗിവ് മി എ പ്രോമിസ്? ക്യാൻ യു ഗിവ് മി എ പ്രോമിസ്? ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യും എന്നുള്ളതിന് ഒരു പ്രോമിസ് തരാൻ പറ്റുമോ? യെസ്, ഞാൻ പറയുന്നു ഗ്യാരണ്ടി റിസൾട്ട് വരും. പ്രോമിസ് മീ, ഗിവ് മി എ പ്രോമിസ്. പ്രോമിസ് എന്നുള്ളതിന് വെച്ചാൽ PRMS കമന്റ് ചെയ്യും. PRMS ജസ്റ്റ് കമന്റ് ഓൺ PRMS. പ്രോമിസ് എന്നുള്ളത് PRMS just comment PRMS just comment on promise. I promise you. ഞാൻ വാക്ക് തരാണ്. എന്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യണം, അതിനു വേണ്ടി വാക്ക് തരാണ്. Are you ready? അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, ഓക്കെ, 2026 ജൂൺ ആവുമ്പോഴേക്കും, ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും, അതിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് 5 കോഴ്സുകൾ ഞാൻ പൈസ കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യും. തീരുമാനമെടുക്കും. 5 കോഴ്സുകൾ പണം കൊടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്യും. അത് മിനിമം കോഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപ. 5000 രൂപ മിനിമം കോഴ്സ് റേറ്റ് വരുന്ന 5 പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്യും പൈസ കൊടുത്ത്. സെൽഫ് ലേണിംഗ് 5 പ്രോഗ്രാം. യെസ്, പ്രോമിസ് മീ. Yes, will you do that? Yes, give me a promise. മിനിമം 5000 രൂപ വില വരുന്ന 5 പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യും. എന്റെ അറ്റൻഡ് ചെയ്യണമെന്നില്ല, ലോകത്ത് എവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യും. എവിടെ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ആരുടെ പോയിട്ട് പഠിക്കും. പക്ഷെ നിങ്ങൾ ആ തീരുമാനം എടുക്കും. പ്ലീസ് ഡു ദിസ് ഫേവർ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു തീരുമാനം. അത് എന്റെ അടുത്ത് തന്നെ വരണം എന്നില്ല. ഹീലിംഗ് ആണെങ്കിൽ എന്റെ അടുത്ത് വന്നോളൂ, ഞാൻ തരാം. ബെസ്റ്റ് ഹീലിംഗ് കോഴ്സ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഹീലിംഗ് കോഴ്സ് ഐ ക്യാൻ പ്രൊവൈഡ്. ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് ഐ വിൽ പ്രൊവൈഡ്. And then business program also I have. But if you want to learn some other courses, go and learn. അതിലൊരു കോഴ്സ് എന്തായിരിക്കണം? നിങ്ങൾക്കൊരു ഇൻകം സ്കിൽ ആയിരിക്കണം. നിങ്ങളുടെ സ്കിൽ ഏതാണോ ആ സ്കില്ലിനെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ആക്കിയിട്ട് അതിനെ ഏൺ ചെയ്തെടുക്കണം, അതിന് മാറ്റിയെടുക്കണം. അത്തരത്തിലുള്ള കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇവിടെ 5 കോഴ്സ് മിനിമം 5000 രൂപ വില വരുന്ന മിനിമം 5000 രൂപ. അത് പറ്റുമെങ്കിൽ 5000, ഒരെണ്ണം 5000, പറ്റുമെങ്കിൽ അടുത്തതെന്ന് വെച്ചാൽ 10000, അടുത്തത് 15000, അടുത്ത് 25000, അടുത്ത് 30000, 50000, 1 ലക്ഷം. എത്ര ഇൻവെസ്റ്റ് ചെയ്തോ 1 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള നോളജ് നിങ്ങളുടെ കയ്യിലേക്ക് മിനിമം എത്തും. ആ 1 കോടി നിങ്ങൾ സമ്പാദിച്ചിരിക്കും ചെയ്യും അടുത്ത 2 വർഷത്തിനുള്ളിൽ. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും സമ്പാദിച്ചിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഐ ക്യാൻ ഗ്യാരണ്ടി യു. നിങ്ങൾ ഇക്കൊല്ലം 1 ലക്ഷം രൂപ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? 1 ലക്ഷം രൂപയുടെ ഒരു കോഴ്സ് നിങ്ങൾ തെരഞ്ഞെടുത്തോണ്ടിരിക്കും. മിനിമം 1 ലക്ഷം രൂപ വരുന്ന കോഴ്സ് തെരഞ്ഞെടുത്തോണ്ടിരിക്കുക. അടുത്ത 3 വർഷത്തിനുള്ളിൽ നോ ഡൗട്ട് നിങ്ങൾ 1 കോടി സമ്പാദിക്കും.
3 വർഷം. പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ 1 വർഷം എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 വർഷം കൊണ്ട് അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 കോടി മിനിമം സമ്പാദിക്കാനുള്ള അവസരം അതിലുണ്ട്. ഇസ്ന്റ് ഇറ്റ് എക്സൈറ്റിംഗ്? ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഞാൻ അത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. ആൻഡ് ആയിരക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ടെസ്റ്റിമോണിയൽസ് നമ്മൾ എടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇൻവെസ്റ്റ് ആൻഡ് ലേൺ. വേറെ ഒന്നുമല്ല. അല്ലാതെ ചുമ്മാ ഇങ്ങനെ എടോ, നിങ്ങള് ആർക്കും പൈസ കൊടുക്കൂലെങ്കിൽ നിങ്ങൾക്ക് ആരും പൈസ തരൂല. നിങ്ങളെല്ലാം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ വൈബൻ എന്താ? പൈസ ഇല്ലാതെ ഫ്രീ. സർവീസും പൈസ ഇല്ലാതെ ഫ്രീ. എനിക്ക് പണിയെടുത്തോ, എനിക്ക് വേണ്ടത്ര പൈസ ഞാൻ തരൂല. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ഫ്രീ എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് പറയാം, നിന്റെ മൈൻഡ് സെറ്റ് ഫ്രീ ആണ്. നീ പണവുമായി ബന്ധപ്പെട്ട നിനക്ക് പേടിയാണ്, പണം ചെലവഴിക്കാൻ പേടിയാണ്, പണത്തെ വിശ്വാസമില്ല നിനക്ക്, പണത്തെ ഇന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നാളെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമില്ല നിനക്ക്, പണത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, പണത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ല. യുവർ മൈൻഡ് സെറ്റ് എവറിത്തിങ് ലൈക്ക് ഫ്രീ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഫ്രീ എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്ക് ആരും പൈസ തരും? എപ്പോഴും പണം എടുക്കുക, വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, സന്തോഷത്തോടു കൂടി ആ പണം എന്ത് ചെയ്യുക, കൊടുക്കുക. താങ്ക് യു സോ മച്ച് എന്നിട്ട് പറയണം, എനിക്ക് ഈ പണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതിനുള്ള അവസരം ഉണ്ടായല്ലോ, അത്രയും പണം എന്നിലേക്ക് വന്നല്ലോ, അത് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചല്ലോ എന്ന് സന്തോഷത്തോടു കൂടി പണം കൊടുക്കണം. അതിന് ഒരു 5 രൂപ കൊടുക്കുകയാണെങ്കിൽ, 10 രൂപ കൊടുക്കുകയാണെങ്കിൽ, ഒരു 20 രൂപ ഗൂഗിൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, 100 രൂപ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ that I could be able to give this money away, so that why? Because I earned this money. പണം എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു, ഈ പണം എന്നിലേക്ക് വന്നു കഴിഞ്ഞു. സമ്പത്ത്, പണം എന്ന് പറയുന്ന സാധനം എന്റെ ലൈഫിലേക്ക് വന്നിട്ട് എന്നെ ബ്ലസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. ഞാൻ വേറെ ലെവൽ എനർജിയിൽ വന്നല്ലോ, ഇത്ര പൈസ എന്റെ കയ്യിൽ വന്നല്ലോ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ കുഡ് മേക്ക് ദിസ് മച്ച് മണി. ഐ എം പവർഫുൾ, ഐ എം സ്പെഷ്യൽ. എനിക്കിങ്ങനെ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല, എനിക്കിങ്ങനെ അതിനുള്ള പൈസ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മണി എന്ന് പറയുന്ന സംഗതിയിൽ എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യേണ്ടത് പോസിറ്റീവാണ്, അബണ്ടൻസ് ആണ്, എക്സൈറ്റ്മെന്റ് ആണ്, ഹാപ്പിനെസ് ആണ്, ലവ് ആണ്, പ്രണയമാണ്. പണത്തിന്റെ കാര്യം വരുമ്പോൾ പോസിറ്റീവ് ഫീലിങ്സ് മാത്രമല്ല, അല്ലാതെ പേടി അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? സമ്പൽ സമൃദ്ധി നമ്മളിലേക്ക് വരില്ല. വല്ലപ്പോഴും കുറച്ച് നമ്മളിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന, പിടിച്ചു പറിച്ച് വാങ്ങുന്ന പൈസ നമ്മൾ പിടിച്ചു വാങ്ങണ്ട. നിങ്ങൾ ആരോടും പിടിച്ചു പറിച്ച് വാങ്ങും. നിങ്ങളെ പണത്തിന്റെ അവയർനെസ്സിൽ, എനർജിയിൽ അബണ്ടന്റ് ആയിട്ട് നിൽക്കും. പണം നിങ്ങളിലേക്ക് ഒഴുകും. പണം കൊടുക്കാനുമുള്ള മനസ്സുണ്ടാകൂ, അപ്പോൾ പണം നിങ്ങളിലേക്ക് ഒഴുകും. കാരണം പണത്തിന് താല്പര്യം അതാണ്. പണത്തിന്റെ ഭാഷ അബണ്ടൻസ് ആണ്, സ്നേഹമാണ്. അപ്പൊ പണം വരുമ്പോൾ അതിനെ ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് പിടിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ പണം പോകും. കുറച്ച് സെൽഫിഷ്നെസ് കാണിക്കാതെ പണം ചിന്തിക്കുന്ന വെച്ചാൽ, എന്നെ നീ എല്ലാവരുടെത്തേക്കും എത്തിക്കും. ഞാൻ നിന്റേത് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരുടേതും കൂടിയാണ്. ഞാൻ നിന്റെ അടുത്തേക്കും വരാം. നീ എന്നെ എത്ര മറ്റുള്ളവരിലേക്ക് പറഞ്ഞയക്കുന്നു, എന്നെ എവിടേക്കൊക്കെ സഞ്ചരിക്കാൻ നീ സഹായിക്കുന്നുവോ, അത്ര കണ്ട് ഞാൻ നീ എനിക്ക് എത്ര കണ്ട് സ്വാതന്ത്ര്യം തരുന്നുവോ, അത്ര കണ്ട് ഞാൻ നിന്നിലേക്ക് വരാം. സ്പെൻഡ് മണി ടു അട്രാക്ട് മണി. പണം സ്പെൻഡ് ചെയ്യണം, പക്ഷെ വെറുതെ എന്ത് ചെയ്യരുത്, ചുമ്മാ സ്പെൻഡ് ചെയ്യരുത്. റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം. വെറുതെ ചുമ്മാ കണ്ടത് ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് അത് വേറെ സ്പെൻഡിങ്. ഏത്? റെസ്പെക്ട് ഇല്ലാതെ, അല്ലേ? ഭാര്യ, ഇപ്പൊ നിങ്ങൾ എന്താണ്, ഭാര്യ ഭർത്താവിന് നിങ്ങൾക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല, യാതൊരു വിലയില്ല, യാതൊരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല. ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ഭർത്താവിന് എവിടെയും പോകാൻ, ഒന്നും ചെയ്യാം. നിങ്ങൾ വിളിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വിടുന്നൊരു വിടലുണ്ട്, സ്വാതന്ത്ര്യം കൊടുക്കലുണ്ട്. അതല്ല, അത് ശരിയാണോ? അത് ശരിയല്ല. യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ പോയിട്ട് വരീട്ടോ, എന്നിട്ട് വിളിച്ചു ചോദിക്കുക, ഓക്കെ അല്ലേ, എല്ലാം ഹാപ്പി അല്ല, ഓക്കെ അല്ലേ, ഷാറല്ലേ? ഒരു കണക്ഷൻ എപ്പോഴും അവിടെ ഉണ്ട്. എന്നാ ഫ്രീഡം.
ആൻഡ് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി? പണമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇമോഷൻ എന്താ? 5 കോടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ തരാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിലേക്ക് തരാന്ന് പറഞ്ഞാൽ ഇമോഷൻ എന്തായിരിക്കും? ഫിയർ ആയിരിക്കോ? ആങ്സൈറ്റി ആയിരിക്കോ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ, എന്തിനാ തരുന്നത്? എനിക്ക് എന്തിനാ ഈ പൈസ ഇത്ര തരുന്നത്? ഞാൻ എന്തിനാ, ഞാൻ എന്താ ഇത് ചെയ്യാം? ഇതിന് ടാക്സ് അടക്കേണ്ടി വരില്ല, അങ്ങനെ ചെയ്യേണ്ടി വരില്ല, ഇത് ഞാൻ എവിടെ കൊണ്ട് സൂക്ഷിക്കും, ഞാൻ എന്താ ചെയ്യാം, എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല, അങ്ങനെ ഇങ്ങനെ 100 കൂട്ടം പേടി. നേരെ അതല്ല, മറിച്ചത് ഷാല് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു ഒരു വെസൽ ഓഫ് യുനോ ഡിസർവ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മുടെ വെസൽ ഓഫ് ഡിസർവ്നെസ് നമുക്ക് വളരെ കുറവാ. പല ആൾക്കാർ ഒരു അപ്രീസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സംശയം, അത്രക്കും സംശയം നമുക്ക് മറ്റുള്ളവരെ. നന്നായിട്ട് നമ്മളൊന്ന് നല്ല പുഞ്ചിരിയാണല്ലോ എന്ന് പറഞ്ഞാൽ എന്തിനാ പറഞ്ഞേ, എന്താ എന്റെ ഉദ്ദേശം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കാണുന്നത്. എന്തായിരിക്കും എന്റെ ഉദ്ദേശം? അവൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്, അവൻ എന്നെ വല്ലാണ്ട് പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ സ്വീകരിക്കാൻ വയ്യ. അതിന് വരെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്? അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ആഘോഷിക്കുന്നുണ്ടോ, ഹമ്പിൾ ആയിക്കൊണ്ട് നിന്നുകൊണ്ട് വലിയ ഉപകാരം, വലിയ സന്തോഷം, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ടോ? നമ്മൾ എന്താ പറയാറുള്ളത്? സോ വെസൽ ഓഫ് ഡിസർവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെസൽ ഉണ്ട്, പാത്രമുണ്ട്, സ്വീകരിക്കുന്ന പാത്രം. അപ്പൊ അത് നമ്മൾ എന്തായിരിക്കണം? വലുതായിരിക്കണം. അവസരങ്ങൾ കിട്ടുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോഴും പേടിച്ച് പിന്മാറുകയാണോ? നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ, സംസാരിക്കാൻ അവസരം കിട്ടുമ്പോ ഇല്ല 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 പേടി. ഇവിടെ അല്പം തന്റെ ഇടം കാണിക്കണോ? എത്ര കാലായിടോ? 10-30 വയസ്സായില്ല, പോത്തോളം വലുതായിട്ടില്ലേ, ഇനിയും പേടിക്കണോ? എന്താടോ? ഇനി ആര് വന്നിട്ടാ പറഞ്ഞു തരണ്ടേ? ഇപ്പോഴും ഒരു വേദിയിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരേടോ കാത്തിരിക്കണേ? ആര് വന്ന് തരുന്ന, ഉണ്ടാക്കി തരുന്ന? ആ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം, ആ കഥയും പറഞ്ഞു നടന്നോ. ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം കണ്ടാ പേടിച്ചു, പച്ചവെള്ളം കണ്ടാ പേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പച്ചവെള്ളം കണ്ട് പേടിച്ചങ്ങനെ നടന്നു. വേറെ ആരെങ്കിലൊക്കെ വന്നിട്ട് കുടിച്ചാണ്ട വെള്ളത്തിലിട്ടാണ് മുക്കി എടുത്ത് തരും എന്ന് വിചാരിച്ചിരുന്നു. എടുത്ത് ചാട് ചങ്ങായി, എടുത്ത് ചാടറോ. നിന്റെ ജീവിതം വേറൊരുത്തന്റെ ജീവിതമല്ല, നിന്റെ സ്വപ്നമാണ്, നിന്റെ ആഗ്രഹമാണ്, നിന്റെ സ്വപ്നങ്ങളാണ്. വേറെ ആര് വന്നിട്ട് ചാടിക്കാൻ ആരെ കാത്തിരിക്കുക? ആർക്ക് അതൊക്കെ ആവശ്യങ്ങളെ കാര്യത്തിൽ ആർക്കത്ര വലിയ താല്പര്യം? നിനക്കില്ലാത്ത താല്പര്യം, നിനക്കില്ലാത്ത ധൈര്യം, നിനക്കില്ലാത്ത ആവേശം പിന്നെ വേറൊരുത്തനുണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എടുത്തു ചാടിയിട്ട് പെട്ടിരിക്കുകയാണ്. പെട്ടിട്ടാണ് ഇരിക്കുന്നത്, എടുത്തു ചാടിയിട്ട്. ഈ ചാടുക എന്ന് പറയുമ്പോഴേ ആദ്യം എന്തായിട്ട് എടുത്തു ചാടുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്യണം. വലിയ റിസ്കിലേക്കാണ് പോകണമെന്ന് കണ്ട പഠിക്കേണ്ടത് പഠിക്കണം. പഠിക്കാതെ എടുത്തു ചാടരുത്. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കണം. 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ മുടക്കി നോക്ക്, പഠിച്ചു നോക്ക്. അപ്പൊ അറിയാം, വില കൊടുത്ത് പൈസ കൊടുത്ത് പഠിക്കണം. സത്യമാണ്, ഉള്ള സത്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ പണക്കാരായിട്ടുള്ള ആൾക്കാർ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാത്ത? ഒരൊറ്റ കാരണം, പച്ചക്ക് പറയാം, കാരണം ഒന്നുമില്ല. അത് അവിടുത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ ഇവിടുത്തെ സംസ്കാരം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രോഗ്രാമിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ആ വ്യത്യാസമുണ്ട്. ഉള്ളതുപോലെ തന്നെ പറഞ്ഞു തരാൻ ഞാൻ. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉള്ളത് കൊണ്ട് എല്ലാവരും നല്ലതേ അവനവന്റെ മക്കൾക്ക് ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതിനൊരു പൈസ കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ നല്ലത്. ഈ ലോകത്ത് അങ്ങനെയാണ്. നല്ല പൈസ കൊടുത്താൽ നല്ലത് കിട്ടും. പൈസ ഇല്ലേ ഞാൻ പറയണ്ടല്ലോ. ഞമ്മക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാം തെറ്റി മൂലക്കിരിക്കാം. മേക്ക് മണി, മനസ്സിലാവുണ്ടോ? മേക്ക് മണി, പണം ഉണ്ടാകണം. വേറൊരുത്തം വന്നിട്ട് ഉണ്ടാക്കി തരൂല, നീ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം അവന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നീ കാണുന്ന സ്വപ്നം, നീ കാണുന്ന ജീവിതം, നീ കാണുന്ന സാധനം വേറെ ആരും അല്ലടോ തന്നെ നെഗറ്റീവ് ആക്കുന്നത്. എന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്റെ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ആരും ഇല്ല, എന്റെ ഫാദർ അംബാനി ആയിരുന്നില്ല, എന്റെ ഫാദർ
ഫാദർ പൈസ ഉണ്ടാക്കിയില്ല, എന്റെ ഫാദർ പണ്ട് സ്ഥലം വാങ്ങിച്ചു വെച്ചില്ല, അല്ലെങ്കിൽ എന്റെ വല്യപ്പാന്റെ വല്യപ്പ പണ്ട് കാട് മലയൊക്കെ വെട്ടിപ്പിടിച്ച സമയത്ത് എന്റെ ആരും വെട്ടിപ്പിടിക്കാണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പാവപ്പെട്ടവനായി, അതുകൊണ്ട് ഞാൻ ദരിദ്രവാസിയായി, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പാടിലായി പോയി. ഒക്കെ ആദ്യം പറഞ്ഞിങ്ങനെ നടന്നോ, രക്ഷപ്പെടും, രക്ഷപ്പെടും. ഓൾ ദ ബെസ്റ്റ്. കഥ പറച്ചിലുണ്ടല്ലോ, നിർത്ത്. വായിട്ട് അടിക്കണം നിർത്തിയിട്ട് പണിയെടുക്കുക. ഈ ഇരിക്കണ ഇത്രയും ഡയലോഗ് അടിക്കണ ഇനിക്കും ഇതന്നെ അവസ്ഥ. ഞാൻ പണിയെടുത്താൽ എനിക്കുണ്ടാകും. ഞാൻ ഉഴപ്പിയോ എനിക്ക് പണി കിട്ടും, നിങ്ങൾ ഉഴപ്പിയോ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ കഥ പറഞ്ഞ് പാടി നടന്നോ, നിങ്ങൾക്ക് പാടി നടക്കാം. സങ്കടം പറയാൻ നല്ല രസാ, നല്ല വൈബ. സങ്കടം പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവൻ ജീവിക്കണ കണ്ടിട്ട് നോക്കടാ നോക്കടാ ഏതായാലും റേഞ്ചിലെ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർ നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന നോക്കി നിൽക്കുക. ആമ്പിള്ളേര് വന്നിട്ട് അവസരം കൊണ്ടുപോകും. ഇരുന്ന് പഠിക്കുക. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു ഒരു 1 വീക്ക്, ഒരു 5 days ago എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് ബിസിനസ് പ്രപ്പോസൽ സംസാരിച്ചു. അവൻ സംസാരിച്ചു. ഞാൻ അവനോട് 2 ദിവസം മുമ്പ് ആദ്യം കണ്ടതിന് ശേഷം അവനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം കൂടി മീറ്റ് ചെയ്യാം. അങ്ങനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത്, നീ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. ഞാനൊരു PDF, ഒരു പവർ പോയിന്റ് പ്രസന്റേഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് അയച്ചു. അവന്റെ ആശയം എന്താണോ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അവൻ വീണ്ടും വന്നിട്ടുണ്ട്, അവന്റെ കൈയും വീശിയിട്ട്. അവൻ വീണ്ടും വന്ന് അവന് അവൻ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് വേണം, നല്ല സംഖ്യ ഇൻവെസ്റ്റ്മെന്റ് വേണം. മിനിമം ഒരു 1-2 കോടിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും മിനിമം കയ്യിൽ വേണം. ഒരു 5 കോടി ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേണം. പരിപാടി നടക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര പാഷനേറ്റ് ആണ്, ഉഷാറാണ്, കാര്യങ്ങളാണ്. എന്നോട് സംസാരിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും അവൻ എന്ത് ചെയ്യണം, ഒരു ഡയറിയും ഒരു പേനയും എടുത്തിട്ട് ഇങ്ങനെ 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 കുത്തി വരച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എടാ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഞാൻ നിന്നോട് ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞു, നീ അത് ചെയ്യാൻ ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്തിട്ടില്ല അറിഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ അവനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അവൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ കമ്പനിയിലേക്ക് ഞാൻ അത്രയും വലിയ എമൗണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് പല കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇതേ മെത്തേഡായിരിക്കും. ഞാനോട് പറഞ്ഞു, എത്ര വർഷമായിടാ നീ? 5-8 വർഷമായി. 8 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് എന്താ പറയാ, ഞാൻ അവനായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളതാണ്, അവനായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്, സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അന്ന് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വന്നില്ല. പിന്നെ വീണ്ടും ഇപ്പോഴും മറ്റുള്ള ടൂളുകൾ അറിയില്ല, മറ്റുള്ള ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് മറ്റുള്ള സംഗതികൾ ഉപയോഗിക്കാൻ അറിയില്ല, പലതും അറിയില്ല. പക്ഷെ വലിയ ബിസിനസ് ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ അതൊക്കെ പഴയ ടൂളുകളൊക്കെ മാറി. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പഠിക്കേണ്ട കുറെ ടൂളുകളുണ്ട്, അതല്ലാത്ത ടൂളുകളുണ്ട്. ഇതെല്ലാം മാറി. അതിന് മുകളിൽ ഇപ്പം AI വന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു, സോഷ്യൽ മീഡിയ സംഗതികൾ വന്നു, പലതും വന്നു, പല ചേഞ്ചസും വന്നു, പല രീതിയിലുള്ള അപ്ഡേഷൻസ് വന്നു. നീ ഏതൊക്കെ ടൂളാണ് പഠിച്ചത്? ഒരൊറ്റ ടൂളാണ് പഠിച്ചത്. ഏത്? നേരത്തെ പറഞ്ഞ ഇൻകം സ്കില്ലിനുള്ള ടൂള്. ആ ടൂള് മാത്രം, ഒറ്റ സോഫ്റ്റ്വെയർ മാത്രം അറിയാം, ബാക്കിയൊന്നും അറിയില്ല. അല്ല, ഞാനത് അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതും. 10 കൊല്ലമായിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. പറഞ്ഞു കൊടുത്തു, ഇനിയുള്ള കൊല്ലെങ്കിലും ഇനിയുള്ള സംഗതികളെങ്കിലും ഇത്ര ടൂളുകൾ പഠിക്കുന്ന പറഞ്ഞ ടൂളുകൾ പരിചയപ്പെടുത്തി കൊടുത്തു, സംഗതികൾ കൊടുത്ത് പഠിക്കാൻ പറഞ്ഞു. ഞാൻ പുച്ഛിക്കല്ല, ഞാൻ വലിയൊരു സംഭവമായിട്ട് പറയുവാണ്. ദിസ് ഈസ് എ റിയാലിറ്റി. നമ്മളിൽ അധികം ആൾക്കാരും വെച്ചാല് ഇങ്ങനെ എന്താ പറയാ, AI വന്നു, ഇൻസ്റ്റഗ്രാം വന്നു, ഇൻഫ്ലുവൻസേഴ്സ് വന്നു, അല്ലെങ്കിൽ അവർ വന്നു, യൂട്യൂബേഴ്സ് വന്നു, ഇവർ വന്നു, ബ്ലോഗേഴ്സ് വന്നു. പിള്ളേർ പൈസ ഉണ്ടാക്കിട്ടോ. അവരിങ്ങനെ പൈസ ഉണ്ടാക്കി പൈസ കൊണ്ട് പൈസ ചാക്കോട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. ചേടാ, 21 വയസ്സുള്ള അവൻ വീട് വെച്ചടാ, 18 വയസ്സുള്ള അവൻ ബുഗാട്ടി വാങ്ങിച്ചടാ, അവന്റെ അടുത്ത് എത്ര സൂപ്പർ ബൈക്കാ, അല്ലെ അവന്റെ ഫാമിലിയിൽ അവൻ വീട് വെച്ചു. നോക്കിയിരിക്കുക. ഇവിടെ അവൻ നോക്കിയിരിക്കുകയല്ല, അവൻ ഇങ്ങനെ കണ്ടിരിക്കായിരുന്നില്ല. ഈ സമയത്ത് അവൻ ആ പച്ചപ്പാവം അവിടെ ഇരുന്ന് പണിയെടുത്ത് രാത്രിയില്ല പകലില്ല ഉറക്കൊഴിച്ചിരുന്ന് ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പഠിക്കേണ്ട ടൂൾ എന്താണോ, ടെക്നിക്സ് എന്താണോ, മെത്തേഡ്സ് എന്താണോ, സംഗതികൾ എന്താണോ ഇരുന്ന് പഠിച്ച് അധ്വാനിച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട സംഗതികൾ ചെയ്തിട്ട് അതും ഡിജിറ്റലി മാർക്കറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ബ്രാൻഡ് ഡീൽസും സംഗതികളും ബ്രാൻഡുമായിട്ട് സംസാരിച്ച് കൊളാബറേറ്റ് ചെയ്ത് ആയിരക്കണക്കിന് അവസരങ്ങൾ വരുന്നത് അത് ചാടി പിടിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുള്ള പണമാണത്. അധ്വാനിച്ചിട്ട് കിട്ടിയ പണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ചുമ്മാ നോക്കിയിരുന്നിട്ട് കിട്ടിയതല്ല. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാല് ഞാൻ ഇങ്ങനെ നിൽക്കുക കൊണ്ടങ്ങനെ പോകും. അടുത്ത അവസരം വരും. NFT എന്ന് പറഞ്ഞിട്ട് കുറെ വന്നു, കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കി.
ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു, അത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കി. ട്രേഡിംഗ് ഇപ്പൊ വന്നു, ട്രേഡിംഗ് വന്നിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കി. നമ്മൾ എന്തുണ്ടാക്കി? റിയൽ എസ്റ്റേറ്റ് വന്നു, റിയൽ എസ്റ്റേറ്റിൽ കുറെ ടെക്നോളജി അപ്ഡേഷൻസും സംഗതികളും വന്നിട്ട് കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കി. വ്ളോഗിംഗ് വന്നു, യൂട്യൂബ് വന്നു, ഇൻസ്റ്റാഗ്രാം വന്നു. വാട്ട് ഡിഡ് യു ഡു? ലോകം മാറിയപ്പോ നിന്റെ മുൻപിലൂടെ 1000 അവസരങ്ങൾ വന്നപ്പോ ദൈവം കൊണ്ട് മുന്നിൽ അവസരം കൊണ്ട് തന്നിട്ട് നീ എന്ത് ചെയ്തടോ? താൻ എന്ത് ചെയ്തടോ? എന്നിട്ട് സംസാരിക്കും, പൈസ ഉണ്ടായില്ല, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ഒരു കഥ പറഞ്ഞു കിടക്കുന്നത്. കഥ പോയിട്ട് ഒരക്ഷരം മിണ്ടാനുള്ള അവകാശമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരക്ഷരം ഒരാൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല. ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? നിങ്ങൾ പറ, അവകാശം ഉണ്ടോ പൈസ ഉണ്ടായില്ല എന്ന് പറയാൻ? കാരണം പറയാൻ, ന്യായീകരണം പറയാൻ? പഠിക്കേണ്ടത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, എടുക്കേണ്ട പണി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ പൈസ ഉണ്ടാകും. നത്തിങ് എൽസ്. നമുക്കൊന്നും ആർക്കും വാ തുറക്കാനുള്ള. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. ആ കഥയും പറഞ്ഞ് വരണ്ട. ആ കഥ ഇനി നിന്നോടും പറയാൻ നിൽക്കണ്ട. വാ തുറന്ന വിഡിത്താണ് വിളിച്ച് പറയണ എന്നുള്ളത് ഒരു ബോധ്യം അവനവനുണ്ടാണ് നല്ലതാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയും പോയാണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. മിണ്ടാണ്ടിരുന്നോ, പണിയെടുത്തോ, പഠിച്ചോ, പണിയെടുത്തോ. മനസ്സിലാവണ്ടോ? മിണ്ടാണ്ടിരുന്നോ, അടച്ചിട്ട് മിണ്ടായിട്ട് പൈസ മുടക്കിയിട്ട് പഠിച്ചോ, പണിയെടുത്തോ, അവസരം വരുമ്പോ അതിലേക്ക് ചാടി ഇറങ്ങിക്കോ, പൈസ ഉണ്ടാവും. അല്ലാതെ ആൾക്കാരോട് കഥയും പറഞ്ഞ് പാട്ടും പാടി കമ്പനി അടിച്ച് ഒരേ മൈൻഡുള്ള വൈബുള്ള ആൾക്കാരാണ് കോഴ്സിൽ വന്നിട്ടുണ്ട്, ഗ്രൂപ്പിലുണ്ട്. ഈ ചേരാത്ത ഗ്രൂപ്പില്ല, വാട്സപ്പില്ല, ക്ലാസ് ഇല്ല, സംഗതി ഇല്ല, അതില്ല, ഇതില്ല. എന്ത് കാര്യമിടും? അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ? അല്ലേ മുത്തേ? സ്നേഹം കൊണ്ടാ പറഞ്ഞേ അല്ലേ? ചൂടായതല്ല, കാര്യം പറഞ്ഞല്ലേ. എത്ര കാലം നമ്മൾ കഷ്ടപ്പെടുന്നു. നമുക്കൊരു മാറ്റം വേണ്ട മുത്തേ? ശരിയല്ലേ? ശരിയല്ലേ ഇക്കാക്ക? ശരിയല്ലേ ചേട്ടാ? ശരിയല്ല സഹോദരി? ശരിയല്ലേ പെങ്ങളെ? മാറ്റം വേണ്ടേ? ഈശ തപ്പിയ ചില്ലിക്കാശില്ല. ആ കഥയും പറഞ്ഞ് നടക്കണ്ടെന്ന് ഞാൻ മിണ്ടാണ്ടിരുന്നോളൂ. ഇനി അക്ഷരം മിണ്ടാൻ വേണ്ട. പണിയെടുക്കാതെ പൈസ ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്താണെങ്കിലും ചെയ്യും. ഈ ജീവിതത്തിനും ഈ ലോകത്തിനും നിങ്ങൾ ആരാണ്, നിങ്ങളുടെ അവസ്ഥ എന്താ, ഒന്നും പ്രശ്നമല്ല. പൈസ പണിയെടുത്താൽ പൈസ എടുക്കാം. മാർക്കറ്റിംഗ് അറിയണം. ഇപ്പൊ ആലോചിച്ചിരിപ്പാണ്. ഒരവസരവും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആരെ പേടിച്ചിട്ടാ ഇരുന്നേ? അവസരം എന്തേ അവസരം ഉപയോഗിക്കാഞ്ഞത്? അവനെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, മറ്റവനെന്ത് വിചാരിക്കും? നേരത്തെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നേടി വിജയിച്ചു പോയാലും ബാക്കിയുള്ളവർ കളിയാക്കും. എടാ, കളിയാക്കുന്നവർ കളിയാക്കണോ? സച്ചിൻ ടെണ്ടുൽക്കർ എത്ര വലിയ ക്രിക്കറ്റ് പ്ലെയറാ. അയാൾ ഒരു ബോൾ മിസ്സാക്കിയതിന് ഈ പറഞ്ഞ രാജ്യം മൊത്തം അയാൾ എന്ത് ചെയ്യും? വഴക്ക് പറയൂലേ? മമ്മൂട്ടി എത്ര വലിയ നടനാ, മോഹൻലാൽ എത്ര വലിയ നടനാ, ഇപ്പോഴും അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുന്നില്ലേ? അത് അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്, ഉളുപ്പില്ലാത്ത അന്തല്ലാത്ത മൊയന്തുകള്. മനസ്സിലാകുന്നുണ്ടോ? വിവരമില്ലാത്ത ടീം. അവർക്ക് തന്നെ പരിപാടി. അവർക്ക് 5 പൈസയും കയ്യിലുണ്ടാവില്ല. പൈസ ഉണ്ടാക്കിയ ആൾക്കാരൊന്നും ഇങ്ങനെ വർത്താനം പറയും. കാര്യപ്പെട്ട് അവനവന്റെ മേഖലയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊരു പൊസിഷനിൽ എത്തിയ ഒരാൾക്ക് വേറൊരാൾ ഇതേപോലെ എത്തിയ ഒരാളെ കണ്ടാൽ മനസ്സിലാവും. ഇത് ദാരിദ്ര്യം, എന്താ പറയാ, അസൂയും വെറുപ്പും വിദ്വേഷവും പകയും സ്വന്തത്തോട് തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്വന്തത്തിന്റെ വെറുപ്പ് എന്തെയാണ് പ്രൊജക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പറയണം നോക്കിയിട്ട് ഭ്രാന്തന്മാർ എന്തെങ്കിലും പറയണ വിചാരിച്ചിട്ട് നമ്മളെന്തിനാ വേണ്ടി എടുക്കുന്നത്? നിങ്ങളൊരു വൈക്ക് യാത്ര പോവാണ്, ട്രിവാൻഡ്രം വരെ പോവാണ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണണം. ആ പോണ പോക്കിൽ എന്ത് ചെയ്യാണ്? ഇതേ കിടക്കുന്നത് കുറെ പട്ടികളുണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ കുരച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് മുഖ്യമന്ത്രി കാണാനുള്ള നിങ്ങൾക്ക് 9 മണി കടത്തിയാലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏകദേശം 7. നിങ്ങൾ ആ വണ്ടിയുടെ നിർത്തിയിട്ട് ആ പട്ടികളെ കല്ലെടുത്ത് എറിഞ്ഞ് ഒതുക്കിയിട്ടാണോ അതിട്ടുള്ള മൈൻഡ് ചെയ്യോ? അതോ നിങ്ങൾ വണ്ടി വിട്ട് പോകുമോ? വിജയിക്കുന്ന ആൾക്കാർ വണ്ടി വിട്ട് പോവാടോ. നിങ്ങളൊക്കെ പേടിച്ചിരിക്കുന്ന സംഗതിയുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഇവരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും. അവർ എന്ത് പറഞ്ഞാലെന്താ? അത് കൂടുതൽ മൈലേജ്, അത് കൂടുതൽ ഫേമസ് ആവും, അത് കൂടുതൽ വളർച്ചയ്ക്ക് സഹായിക്കും, അത് കൂടുതൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കും, കൂടുതൽ വൈറലാവും. കൂടുതൽ വൈറലാകുമ്പോൾ കൂടുതൽ ബിസിനസ്, കൂടുതൽ പണം, കൂടുതൽ വ്യൂവർഷിപ്പ്. കൂടുതൽ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഐബോൾസ്, അറ്റൻഷൻ. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മൾ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വരുന്നു, അടുത്ത ബ്രാൻഡുമായിട്ട് വരുന്നു, അടുത്ത സംഗതികളായിട്ട് വരുന്നു. എന്താ ഇപ്പൊ വേടന് സംഭവിച്ചത്?
വേടന് വലിയ ഇഷ്യൂ ഉണ്ടായല്ലോ. എന്താ വേടന് സംഭവിച്ചേ? വലിയ ഇഷ്യൂ ഉണ്ടായി, പ്രശ്നമുണ്ടായി. നമ്മൾ വിചാരിച്ചു പലരും തീർന്നു, അവന്റെ കൈ കഴിഞ്ഞ്. എവിടെ? അവനെ വിലങ്ങടിച്ച് കൊണ്ടിട്ടുള്ള അതേ ആൾക്കാർ അവനെ ആനയിച്ചിട്ട് സ്റ്റേജിൽ കയറ്റിയില്ലേ? അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞുള്ള ട്രെയിനർ, നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് വന്നിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായി. അദ്ദേഹം ഇന്ന് ഞാൻ സംസാരിച്ച പോലെയുള്ള കാര്യം പച്ചക്ക് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും പറ്റിയില്ല. കൊണ്ട് വലിയ ഇഷ്യൂ ആയി, പ്രശ്നമായി. പല ആൾക്കാരും പറഞ്ഞു അവന്റെ തീർന്നു കേട്ടോ. എവിടെ? എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇന്നേ വരെ ആരും അറിയാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ് അദ്ദേഹം. എല്ലാവരും അറിയപ്പെടുന്ന ട്രെയിനറായി മാറി. കാരണം ഇന്നത്തെ കാലത്ത് നോ ബാഡ് പബ്ലിസിറ്റി എന്നുള്ളതാണ്. ബാഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന സംഗതി ഇല്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ. സോ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്കൊരു ഉദ്യമം ഉണ്ടാവണം, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, നിങ്ങൾക്കൊരു വലിയ സ്വപ്നം ഉണ്ടാവണം. നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ പെങ്ങന്മാരെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തണം. അതിന് പണം ഉണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം, ഒരുപാട് പേരെ സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. അപ്പോഴും ചോദിക്കുക എങ്ങനെ? പഠിക്കണോട് പോയിട്ട് പിന്നെ എങ്ങനെ ചോദിക്കുക? 35 വയസ്സായിട്ടില്ല, വീണ്ടും തുറന്നു എങ്ങനെ? ഇപ്പൊ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷുള്ള ആൾക്കാരുണ്ട്, അവരുടെ കടം വാങ്ങിക്കേണ്ടി വരും. ഗോ ആൻഡ് ഡു ദാറ്റ്. അപ്പൊ ഉള്ളിലൊരു തീ ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. ഈ പൈസ കളയാൻ പാടില്ല. ഒരുത്തൻ്റെ അടുത്ത് കടം വാങ്ങി അവൻ വന്നിട്ട് ചോദിക്കും. ആ പേടിയോട് കൂടി, ബേജാറോട് കൂടി പഠിക്കുന്ന കോഴ്സ് ആത്മാർത്ഥമായിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് പഠിച്ച കോഴ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടായിരുന്നു. എന്തേ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ എന്തേ? അതിന് നിങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നില്ല. കാരണം അതിന് വാല്യൂ കൽപ്പിക്കാത്തെന്ന് വെച്ചാൽ അത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആരും നിങ്ങളെ ചോദിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ക്യാഷിന്റെ നഷ്ടമില്ല. ബോട്ട് കത്തിക്കടോ, നിങ്ങൾ അസ്വസ്ഥരാവണം, നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾ നന്നാവുള്ളൂ. കാശില്ലാതെ എങ്ങനെ ബിസിനസ് ആരംഭിക്കുന്നു? ഇല്ലേ? ക്യാഷില്ലാതെ ബിസിനസ് ചെയ്തൂടെ? അപ്പൊ ഞാനൊരു വഴി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യൂല. കാരണം നിങ്ങൾക്ക് അതിന് വേറെ കഥ കണ്ടെത്തും, അതിന് വേറെ കഥയും വേറെ ന്യായീകരണം കണ്ടെത്തും. അതെങ്ങനെ ഞാൻ ചെയ്യാം? അതെങ്ങനെ ഞാൻ ചെയ്യാം? കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര അഭിമാനിയാണ്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളൂ. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം. സിമ്പിൾ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി പ്രോഡക്റ്റ് ഉള്ള ഒരുത്തൻ്റെ അടുത്ത് ആ പ്രോഡക്റ്റ് എടുത്തിട്ട് എന്താ വെച്ചാൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വിൽക്ക്. ഈ പ്രോഡക്റ്റിന് ആ വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ പൈസന്റെ ലാഭം എടുത്തിട്ട് എന്ത് ചെയ്ത്, ഈ പ്രോഡക്റ്റ് ആരാണോ തന്ന അയാൾക്ക് പൈസ കൊടുക്കുക. ഇയാളുടെ പൈസ വാങ്ങിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കുക. ഫ്രീലാൻസിങ് എന്ന് പറയും, ഫ്രീലാൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇപ്പൊ എന്റെ അടുത്ത് കോഴ്സ് ഉണ്ട്, എന്റെ കോഴ്സ് നിങ്ങൾ വിറ്റോളൂ. എന്റെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാൾക്ക് വിറ്റോളൂ. ആ വിറ്റിട്ട് എന്താ വെച്ചാൽ അതിൽ നിന്ന് ഒരു പൈസ നിങ്ങൾ എനിക്ക് തരണ്ട ഇപ്പോ. എന്നിട്ട് പൈസ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസയിൽ നിന്ന് എനിക്കുള്ള കോഴ്സിന്റെ ഫീ തന്നിട്ട് ബാക്കിയുള്ള പൈസ ഇതിൽ കമ്മീഷനായിട്ട് കിട്ടുന്ന പൈസ നിങ്ങൾ എടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടായില്ലേ? എന്താണ് ക്യാഷ് ഇല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല? ഇതൊക്കെ എത്ര വളരെ താഴ്ന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മളൊക്കെ എത്ര അടിയിലാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഈ സംഗതി നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചു. അതല്ലേ റിയാലിറ്റി? അതല്ലേ അതിന്റെ റിയാലിറ്റി? നിങ്ങൾക്ക് അറിയാം ഈ വഴി, എന്നിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു. എന്താ കാര്യം? ഇങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് മൈൻഡില്ല. ഇങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്താ വെച്ചാൽ ആത്മാഭിമാനം സമ്മതിക്കില്ല. ഇങ്ങനത്തെ എത്ര ആൾക്കാർ വിൽക്കാൻ കച്ചവടം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ ഏറ്റവും കഷ്ടപ്പെടുന്നത് തന്നെ വിൽക്കാനാണ്. വിൽക്കാൻ ആൾക്കാർ കഷ്ടപ്പെടുകയാണ്. അപ്പൊ വിൽക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചാൽ പോരെ? അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടെന്ന് വെച്ചാൽ ഞാൻ വിറ്റിട്ട് പൈസ തരാം. നിങ്ങൾ ആ പ്രോഡക്റ്റ് കാണിക്കുക പോലും വേണ്ട. ആ പ്രോഡക്റ്റ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. ആവശ്യക്കാരനെ കണ്ടെത്തി സംസാരിച്ചാൽ മതി. പൈസ ഇല്ലാതെ പൈസ ഇല്ലാതെ പൈസ ഉണ്ടാക്കുക? എന്ത് ചോദ്യമാണിത്? ഇങ്ങനത്തെ ഒരു ചോദ്യം ഒരു വർത്തമാനമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട്. അപ്പൊ എക്സ്ക്യൂസ് ഇല്ല. പണിയെടുത്താൽ അവനെ പൈസ ഉണ്ടാക്കുക. ഇറങ്ങിത്തിരിക്കുക. ആരുടെ കോഴ്സ്, ആരുടെ പ്രോഡക്റ്റ്, ആരുടെ എന്ത് ഞാൻ വിൽക്കും? റിയൽ എസ്റ്റേറ്റ് വിറ്റോ? ഇവിടെ എത്രയോ ലൈക്ക് ഹൈലൈറ്റില് എത്രയോ ഫ്ലാറ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുടുങ്ങി കിടക്കുക. അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? കച്ചവടമുള്ള കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. കണക്ഷൻ ഇല്ല, എനിക്ക് ആരും കണക്ഷൻ ഇല്ല, ഞാൻ എവിടുന്ന് പോയി? ഞാൻ അടുത്ത ചോദ്യം ചെയ്താ ഞാൻ എങ്ങനെ കസ്റ്റമറെ കണ്ടത്? യൂട്യൂബ് ചാനൽ തുടങ്ങണോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ തുടങ്ങണോ, സംഗതികൾ തുടങ്ങ്. എന്നിട്ട് അതിൽ പറയും, സംസാരിക്കുക. അപ്പൊ സംസാരിക്കുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ നാട്ടുകാരാണല്ലോ അടുപ്പിലേക്ക് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ പോണത് ഇവരാണല്ലോ. ഈ നാട്ടുകാരാണല്ലോ നമുക്ക് വരുമാനം തരാൻ പോണത്. ഈ നാട്ടുകാരെ പേടിച്ചിട്ടല്ലോ 30 ആൾക്കാരെ പേടിച്ചിട്ടല്ലോ ഇത്രയും കാലം ജീവിച്ചേ. ഇനി ഇത്രയും കാലം ജീവിക്കുന്നു. ഈ കഷ്ടപ്പാടിന്റെ കാരണം ഇവരെ പേടിച്ച് ജീവിച്ചതല്ലേ. ഇനിയും ഇവരെ പേടിച്ച് ജീവിക്കുക എന്ത് വിട്ടിത്താണ്? ആകെ ഒരൊറ്റ ലൈഫല്ലോടോ. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണോ. ഒറ്റ ലൈഫുള്ളൂ.
ഒരൊറ്റ ലൈഫ്, സിംഗിൾ ലൈഫ്. ബാക്കിയുള്ള 30 ആൾക്കാരും പേടിച്ചാണ് ജീവിക്കാതെ നടക്കണത്. എന്ത് സാഹചര്യം? ഒരു സാഹചര്യവും ഇല്ല. ഏത് ആവശ്യക്കാരനും ഒരു സാഹചര്യവും ഇല്ല. വെറുതെ അത് ഡയലോഗ് അടിക്കണം. എന്ത് സാഹചര്യം? സാഹചര്യം പറയും. ഒക്കെ നിങ്ങൾ പറഞ്ഞ കഥയാണ്. ആ കഥ നിർത്തും. ആ കഥ പറച്ചിൽ നിർത്തിയാൽ രക്ഷപ്പെടും, ഇല്ലേ അവിടെ കിടക്കും. കഥ പറച്ചിൽ നിർത്തിയാൽ രക്ഷപ്പെടും. അപ്പൊ ആ പറഞ്ഞ സാഹചര്യം ഉണ്ടല്ലോ, സാഹചര്യമാണ്. ഞാനൊരു പെണ്ണാണ്, ഞാനൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ എനിക്ക് അവരുടെ സമ്മതമുള്ള സംഗതികൾ വേണം. മനസ്സിലാകുന്നുണ്ട്? ഒരു സാഹചര്യം ഇല്ല, ഒന്നുമില്ല. വാശി അങ്ങ് പിടിച്ചു നോക്ക്. കാര്യങ്ങൾ നടക്കണേ പൈസ വേണം, സംഗതികളാണ്. വാശി വേണം. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വാല്യൂ വേണം, ഒരു വാശി വേണം. എന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്, എങ്ങനെയാവണം, എനിക്ക് പറ്റൂല, അതിൽ കുറഞ്ഞാൽ പറ്റൂല. അതിന് പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ ഉണ്ടാക്കും. പറയണം പാർട്ണറോട്. മനസ്സിലാകുന്നുണ്ടോ? പണം ആവശ്യം. ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥ ആർക്കും ഇല്ല. ദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടി ജീവിക്കേണ്ട ഒരാവശ്യം ആർക്കും ഇല്ല. പറയണം. വാശി പിടിക്കേണ്ടി വരും ചിലപ്പോൾ. ആ വാശി പിടിക്കുമ്പോഴാണ് അവസാനം അത് സീരിയസ് ആണെന്ന് മനസ്സിലാകുമ്പോൾ ഓക്കെ ശരി, ഇനി പറഞ്ഞൊരു കാര്യമില്ല, ശരി. അപ്പൊ കുറച്ച് വിപ്ലവമൊക്കെ ഉണ്ടാവും. കുറച്ച് വിപ്ലവമൊക്കെ ഉണ്ടാകട്ടെ. വിപ്ലവം ഉണ്ടാകുമ്പോൾ നാട് ചേഞ്ച് ആവുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വിപ്ലവം നടത്തിയത് കൊണ്ടാണ് ഇവിടെ ജന്മിത്വവും കാര്യങ്ങളും സംഗതികളൊക്കെ അവസാനിച്ചത്. മനസ്സിലായോ? നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. കുറച്ച് മുമ്പ് വരെ ഇവിടെ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നല്ലോ, വലിയ ജഡ്ജ്മെന്റ് ആയിരുന്നല്ലോ. സോഷ്യൽ മീഡിയയിൽ പെണ്ണുങ്ങളുടെ പ്രൊഫൈലൊക്കെ എന്താ വെച്ചാൽ, ഫേസ്ബുക്കിലും ഇവിടെയൊക്കെ എന്താ വെച്ചാൽ പ്രൊഫൈൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഫ്ലവർ ആയിരുന്നു. ഇന്നിപ്പോ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരവരുടെ ഫോട്ടോ ഇടുന്നു, വീഡിയോ ഇടുന്നു, ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു, കളിക്കുന്നു, അവരവരുടെ ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുന്നു. ആരെ ഇപ്പൊ ചോദ്യം ചെയ്യുക? ആരെ ജഡ്ജ് ചെയ്തു? മാറി. കാരണം എന്താ വെച്ചാൽ കുറെ ക്വസ്റ്റ്യനിങ് നടന്നു. കുറച്ചൊക്കെ വിപ്ലവം ഉണ്ടാവും, കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഫോർ ചേഞ്ച്. അപ്പം സാഹചര്യം എന്ന് പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ വിട്, ഇറങ്ങിത്തിരിക്കും. ആവശ്യമാണ്, നമ്മൾ പഠിച്ചിരുന്നില്ലേ? എന്താണ്? ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. സൃഷ്ടിപ്പിന്റെ മാതാവ് എന്താണ്? ആവശ്യമാണ്. നമുക്ക് ആവശ്യമുണ്ടാവണം. വിജയിക്കണം എന്നുള്ളത് അത്യാവശ്യമായി മാറണം. സമ്പത്തുണ്ടാക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറണം. എനിക്ക് അറിയില്ല, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഉള്ളിലേക്ക് വല്ലതും കയറിയോ? ഒരു ഉണർന്നോ എന്തെങ്കിലും? ചില സമയത്ത് ഇങ്ങനെ പറയണം. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ അഹങ്കാരോ, ഞാൻ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ, ഞാൻ നിങ്ങളെ ഇതാക്കുന്നതൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരണം. ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുക്കുന്നതെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ് സെറ്റ് ഉണ്ടായപ്പോൾ, ഇഫ് യു വാണ്ട് സംതിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ് എന്ന് പറയും. പോയിട്ട് അങ്ങോട്ട് എടുക്കണം. അല്ല, ഒരു അവസരം എന്റെ മുൻപിലേക്ക് ലോറി വിളിച്ചിട്ട് ഇങ്ങനെ വരൂല. അതാ അവസരം എന്ന് പറഞ്ഞ ബോർഡും വെച്ചാണ്ട്, ഞാൻ അവസരം, പ്ലീസ് 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 എന്ന് എടുക്കോ, പ്ലീസ് എടുക്കോ എന്ന് പറഞ്ഞിട്ട് വരൂല. അത് വരൂല. മനസ്സിലാവുന്നുണ്ടോ? അവസരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരൂല. അമ്മക്ക് എന്തേലും വേണം, ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. പോയിട്ട് അങ്ങോട്ട് എടുക്കണം. മാർക്കറ്റിൽ ഉണ്ടോ കസ്റ്റമേഴ്സ്? മാർക്കറ്റിൽ ഉണ്ടോ പൈസ? എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ? സോ ആ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. വേറൊരാളും വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തരൂല. സോ സെൽഫ് എഡ്യൂക്കേഷൻ, അക്കാഡമിക് എഡ്യൂക്കേഷൻ, സെൽഫ് എഡ്യൂക്കേഷൻ നമ്മൾ മൈൻഡ് സെറ്റ് വേണം. അടുത്തത് മൂവേഴ്സ് ആൻഡ് നോൺ മൂവേഴ്സ്. സമ്പ്രദായമായിട്ടുള്ള ആൾക്കാർ എന്താണ്? മൂവേഴ്സ് ആണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്താ? നോൺ മൂവേഴ്സ് ആണ്. അവർ ചലിക്കൂല. അവർ പറയുന്നത് എന്താ? എനിക്ക് എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ കിട്ടും. ഞാൻ പലപ്പോഴും പ്രോഗ്രാം നടത്തും, കാലിക്കറ്റ് നടത്തും. ഇപ്പൊ ട്രിവാൻഡ്രമുള്ള ആൾക്കാർ പറയും, സാറേ എന്നാ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം നടത്തുക? അല്ലെങ്കിൽ കോട്ടയത്തുള്ള ആൾക്കാർ പറയും, എന്നാ സാറേ ഇവിടെ നിന്ന് പ്രോഗ്രാം നടത്തുക? അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി കൊച്ചിയിൽ പ്രോഗ്രാം നടത്തിയ ആൾക്കാർ പറയും, കാലിക്കറ്റ് പ്രോഗ്രാം നടത്തുക. ഇവിടെ പ്രോഗ്രാം നടത്തുക. പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവസരം എവിടെയുള്ള അവിടേക്ക് ചലിക്കണം. ചലിക്കാൻ വേണ്ടി കാണിക്കരുത്. ഈ 30 ആൾക്കാരെ പേടിച്ചിട്ട്, ആരാ 30 ആൾക്കാർ? അമ്മായി, അമ്മാവൻ, അമ്മോശൻ,
അമ്മായിമ്മ, ബാക്കിയുള്ളത് മറ്റുള്ളത് അളിയന്മാര്, അവര് ഇവര് മറ്റത് മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പേടിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഒരു അഭിപ്രായം പേടിച്ചിട്ട് പുറത്തിറങ്ങാതെ, അവിടേക്ക് പോകാതെ, ഇവിടേക്ക് പോകാതെ, അല്ലെ പിന്നെ വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ആരാ? രാജാവോ? നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുതരാം? എവിടെ ഇരിക്കുന്നത്? എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നത് തിരിച്ചറിയുള്ള ബോധമില്ലേ? നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് വായിലേക്ക് വിളമ്പി തരണം. നിങ്ങൾ ആരാ? രാജകുമാരിയോ രാജകുമാരനോ? ഇവിടെ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നവന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ തയ്യാറാണ്. ഏത് അവസരത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടാൻ തയ്യാറാ, നടക്കാൻ തയ്യാറാ. ഇപ്പൊ വെയിൽ കൊള്ളാൻ വയ്യ, സെയിൽസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അലസതയാണ്, മടി. എന്താ മടി? എന്ത് മടി? അലസത എന്ത്? നിങ്ങൾ ആര്? അലസത കാട്ടാൻ നിങ്ങൾക്ക് എന്ത് അവകാശം ഉള്ളത്? കാലിന്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുമ്പോ എന്ത് ധൈര്യമാണ് അത്? ധാർഷ്ട്യമല്ല, അഹങ്കാരമല്ലേ അത്? ഇപ്പോഴും എനിക്ക് എന്റെ നാട്ടിൽ കിട്ടണം, അവിടെ കിട്ടണം, ഇവിടെ കിട്ടണം, ആ സൗകര്യത്തിൽ കിട്ടണം, ഈ സൗകര്യത്തിൽ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല, എന്റെ സാഹചര്യം ക്ലിയർ അല്ല. അതൊക്കെ അഹങ്കാരമല്ലേ? ഇതൊക്കെ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടോ നമുക്ക്? അതിനുള്ള സമ്പത്ത് നമ്മളെ കയ്യിലുണ്ടോ? അതിനുള്ള ബാക്കപ്പ് നമ്മളെ കയ്യിലുണ്ടോ? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ ഈ അവസ്ഥ വെച്ചിട്ട്? ഈ അവസ്ഥ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ കഴിയോ? ചലിക്കാൻ നമ്മൾ തയ്യാറല്ല, അനങ്ങാൻ നമ്മൾ തയ്യാറല്ല, വെയിൽ കൊള്ളാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ പണിയെടുക്കാൻ തയ്യാറല്ല, നമ്മൾ കോൾ ചെയ്യാൻ തയ്യാറല്ല, നമ്മൾ സ്റ്റേജിന് മുൻപിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ തയ്യാറല്ല. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അപ്പൊ അവസരം നഷ്ടപ്പെടും. അവസരം നഷ്ടപ്പെടുമ്പോ നിന്റെ ഇമേജ് അങ്ങോട്ട്, എന്ത് ഇമേജാ നിനക്കുള്ളത്? എന്ത് ഇമേജാ ഉള്ളത്? സ്റ്റേജിൽ കയറിയിട്ട് രണ്ടെണ്ണം സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് 4 സ്റ്റൈല് കിട്ടും, നിന്നെ 4 ആൾക്കാരെ അറിയും, നിനക്ക് നല്ല സെയിൽ കിട്ടും, നന്നായിട്ട് കൈയ്യടി കിട്ടും, നല്ല നല്ല രീതിയിൽ ബിസിനസ് കിട്ടും, കാര്യങ്ങൾ കിട്ടും എന്ന യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ എന്നെ പറ്റി അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പാളിപ്പോയാൽ എന്ത്? നീ ആരാ? നിനക്ക് ഇല്ലാത്ത അഭിമാനം നീ എവിടുന്ന് ഉണ്ടാക്കുന്നത്? നിനക്ക് അഭിമാനം ഇല്ല, നീ സീറോ ആണ്, നീ താഴത്തല്ലേ. പിന്നെ ഇല്ലാത്ത അഭിമാനം എങ്ങനെ നഷ്ടപ്പെടണേ? ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടലേ? അപ്പൊ നമ്മൾ ആ അഹങ്കാരത്തിന്റെ തൊലിയൊക്കെ വിടുക, ഈഗോയും അഹങ്കാരത്തിന്റെ തൊലിയൊക്കെ വിട്ടിട്ട് നടക്കണോ നടക്ക, വെയിൽ കൊള്ളണോ വെയിൽ കൊള്ള, രാത്രി ഉറക്കൊഴിക്കണോ ഉറക്കൊഴിക്ക, പഠിക്കണോ പഠിക്ക, യാത്ര ചെയ്യണോ യാത്ര ചെയ്യുക. നീ ആരാന്നാ വിചാരിച്ചു വെച്ചിരിക്കണത്? അംബാനിന്റെ മോനാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലല്ലോ, നീ ആരാ നിനക്കറിയാം, നന്നായിട്ട് അറിയാം. നീ ആരുടെ മോള, ആരുടെ മോന? നിന്റെ അവസ്ഥ എന്താ? നിന്റെ സാമ്പത്തിക അവസ്ഥ എന്താ? ഒക്കെ അറിയാം. ഇത്ര വലിയ സാമ്പത്തിക അവസ്ഥയിലാണെങ്കിൽ ഇവിടെ ഈ ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ഗതി ഉണ്ടാവില്ല, ഈ ഫ്രീ ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ഗതി ഉണ്ടാവില്ല, ഗതികേട് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? സോ നമ്മളൊക്കെ ഞാനിത് സ്നേഹം കൊണ്ടാ പറയണത് കേട്ടോ, സ്നേഹം കൊണ്ടാ പറയണത്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ പുച്ഛിച്ച് കളയല്ല, സ്നേഹം കൊണ്ടാ പറയുന്നത്. ട്രിഗർ ആവണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. അതിന് വേറെ കോഴ്സ് ഉണ്ട്, ഫീസ് കൊടുത്ത് പഠിച്ചോ, അത് ഞാൻ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തതാണ്. അത് വേറെ കേസാണ്. അല്ലാതെ ഞാൻ ഈ പറയുന്നതിൽ പ്രശ്നമല്ല അത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യമാണ്. അപ്പൊ മൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? സമ്പന്നരായിട്ടുള്ള ആൾക്കാർ മൂവ് ചെയ്യും. അവർക്ക് ആ അഹങ്കാരം ഇല്ല. അവരെവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യും, എവിടേക്ക് വേണമെങ്കിലും ചലിക്കും, എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യും, എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും. ഏത് വെയിലത്തും മഴയത്തും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യും? കണ്ടെത്തും നല്ല അവസരങ്ങൾ. അവർക്ക് എക്സ്പെൻസ് മൈൻഡ് സെറ്റ് അല്ല, എന്ത് ചെലവാക്കുകയാണെങ്കിൽ എക്സ്പെൻസ് മൈൻഡ് സെറ്റ് അല്ല, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് ആണ്. സാധാരണക്കാരുടെ പ്രശ്നം എന്താ? ഓ അത് ചെലവായി, ഇത് ചെലവായി, അങ്ങനെ ചെലവായി, അത്ര ചെലവ്, ഇത്ര ചെലവ്. അത് പൂർ മൈൻഡ് സെറ്റ് ആണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം, ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ. അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അപ്പൊ ഇന്നൊരു തീരുമാനമെടുക്കാം. എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്? എക്സ്പെൻസ് മൈൻഡ് സെറ്റ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് ആണ്? അടുത്ത മാസം 1-ാം തീയതി, ജൂൺ മാസം 1-ാം തീയതി നമ്മുടെ പ്രോഗ്രാം വരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കംപ്ലീറ്റ്ലി ബിസിനസ് ആണ് പഠിപ്പിക്കുന്നത്. എക്സാക്ട്ലി നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് എങ്ങനെ നിങ്ങൾ ഗ്രോ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് സിസ്റ്റംസ് കൊണ്ടുവരാം, ടീമിനെ ബിൽഡ് ചെയ്യാം, നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് കാണേണ്ടത്, കാണിക്കുന്നത്, ഇത് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ, നിങ്ങൾ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തിയിട്ട് വരും.
ചെറിയ എമൗണ്ട് ഉള്ളൂ. 2,999 രൂപയുള്ളൂ. 2,999. ഇത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ? നിങ്ങൾ ഈ ക്ലാസ്സിലേ ഇരിക്കണ്ട, ഇവിടെ ഇരിക്കണ്ട. മനസ്സിലായോ? ഇവിടെ ഈ പരിപാടി കയറും. നമ്മൾ സംസാരം തന്നെയല്ല. 2,999 രൂപ കണ്ടെത്താൻ വരെ നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരമില്ല. നമ്മൾ സംസാരിക്കണം. നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കേൾക്കേണ്ടത്. ഒരു 2,999 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ട്. കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. കാലിക്കറ്റ് ഡിമോറ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രോഗ്രാമിന് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ താഴെ കൊടുക്കുക. നമ്പർ താഴെ കൊടുത്തോളൂ, ടീം മെമ്പേഴ്സ് വിളിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ നമ്പർ എന്ത് ചെയ്യുക, താഴെ ഇവിടെ കൊടുക്കുക. ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിച്ചോളും, വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സോ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത്, ഏർലി ബേർഡ് ഓഫർ എന്നുള്ള സംഗതി ഒന്നും ഇല്ല. ഇനി അത് ചോദിക്കല്ലേ, മൻസൂർ ഭായ് നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം, ഇനി അതിലൊരു ഏർലി ബേർഡ് ഓഫർ ഇല്ല. കാരണം ഇതിന്റെ കോഴ്സ് ഫീ എത്ര രജിസ്ട്രേഷൻ എന്ന് അറിയോ? ഇതിന്റെ ആക്ച്വൽ ഫീ 9,999 രൂപയായിരുന്നു. നമ്മൾ എന്ന് വെച്ചാൽ ആക്ച്വൽ 9,999 ആക്ച്വൽ ഫീ. അത് നമ്മൾ പ്രോഗ്രാമിന്റെ ഫീ ഇട്ടിരുന്നത് 4,999 രൂപയാണ്. ഒരുപാട് പേർക്ക് പങ്കെടുക്കണം, മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ എന്താ വെച്ചാൽ 2,999 രൂപയ്ക്ക് ഒരു പൈസ പോലും ഞങ്ങൾ പ്രോഫിറ്റ് എടുക്കാതെ അവിടെ ഒരു പ്രോഗ്രാം അങ്ങ് നടത്താം, ജനങ്ങളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ നടത്തുകയാണ്. സോ നോ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് ഇതാണ്. 2,999 രൂപ ഏർലി ബേർഡ് ഓഫർ ഇതാണ്. അത് കഴിഞ്ഞാൽ നേരെ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ 4,999 രൂപയാണ്. ഏർലി ബേർഡ് ഓഫറിന്റെ ഡേറ്റ് എന്നാണ് ഒന്ന് പറയാമോ? സോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്പറിൽ വിളിക്കുക. മുനവ്വീർ നമ്പർ ഇട്ടിട്ടുണ്ട്. സോ ഓഫ്ലൈൻ സെഷൻ ആണ് കംപ്ലീറ്റ്ലി. ഇതാണ് ഓൺലൈൻ എങ്കിൽ ഓഫ്ലൈൻ എന്തേക്കാരം ഒന്ന് ആലോചിച്ച് വെക്കും. വലിച്ചു കീറും, സകല ഈഗോ വലിച്ചു കീറും, സകല പേടിയും വലിച്ചു കീറും, എല്ലാം വലിച്ചു കീറി ക്ലിയർ ആക്കിയ മനസ്സ് നിങ്ങൾ ധൈര്യമുള്ള താൻ്റെയുള്ള ബിസിനസ് മാൻമാരാക്കിയിട്ട് എന്ത് ചെയ്യണം, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞയക്കണം മാർക്കറ്റിലേക്ക്. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ വാ, കോച്ചിങ് തരാം. അടിപൊളി കോച്ചിങ് എല്ലാം പഠിപ്പിക്കാം. കിഡിലനായിട്ട് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. സ്പെഷ്യൽ ആയിട്ടൊരു പരിഗണന അതിലുണ്ടാവും, അതിൽ വരുന്ന ആൾക്കാർ. മനസ്സിലാകുന്നുണ്ടാവും. അപ്പം മറക്കരുത്, നിങ്ങൾ എന്തായാലും വരിക, നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടിക്കോ. ഏർലി ബേർഡ് ഓഫർ ഈ പറഞ്ഞിരിക്കുന്ന, അപ്പം ഉടനെ തന്നെ വിളിച്ചോളൂ. എനിക്ക് തോന്നുന്നു അതിന് ഡേറ്റ് ഉണ്ട്, ഏർലി ബേർഡ് ഓഫറിന് ഡേറ്റ് ഉണ്ട്. ഡേറ്റ് എന്നാണ് ടീം മെമ്പേഴ്സ് ഒന്ന് പറയാമോ? ഡേറ്റ് എന്നാണുള്ളത്? ഇനി നമുക്കതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്തതിലേക്ക് വരാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് ആർക്ക് ഞാൻ ഇത്രയും പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താ നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ ഫീൽ ചെയ്യണത്? കുറെ കേട്ടല്ലോ, എനിക്ക് ഉറപ്പാ എന്തൊക്കെയോ ട്രിഗർ ആയിട്ടുണ്ട്, എന്തൊക്കെ നല്ലോണം ട്രിഗർ ആയിട്ടുണ്ട്. ഉള്ളിന്ന് ഇങ്ങനെ 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 ഇളകിയിട്ടുണ്ടാവും. ഒരു സംശയം വേണ്ട, ഇളകിയില്ല, ഞാൻ ഇളകൂല, ഞാൻ ഇങ്ങനെ ഇരിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകാൻ അനുവദിച്ചോ, എന്നാ മാറ്റം ഉണ്ടാവും. ഇല്ല ഞാനിങ്ങനെ ഇതാണ്, ഇതല്ല, ഇതിലും വലുത് വന്നിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പൊട്ടങ്കണറ്റിൽ തവളയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ മാറാനും പോകുന്നില്ല, ആ ലെവലിൽ അങ്ങനെ നിൽക്കും. മറിച്ച് അനുവദിക്കുക, ഈ പറഞ്ഞത്, ഈ പഹയം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും കാര്യമാണല്ലോ, ഞാൻ ആലോചിക്കണമല്ലോ എന്നുള്ള രീതിയിലൊന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് കേൾക്കുക. തൊലി ഉരിഞ്ഞു പോയി, ഉരിഞ്ഞു പോകണം, അപ്പോഴേ നമ്മൾ നന്നാവൂ. ചൂരലോണ്ട് അടിയിട്ട തൊലി ഉരിഞ്ഞു പോലെ, അതേപോലെ എന്ത് ചെയ്യണം, ഉരിഞ്ഞു പോകണം. അപ്പോഴേ നമ്മളൊന്ന് ചിന്തിക്കുള്ളൂ, അപ്പോഴേ നമ്മളൊന്ന് മാറും. ഐ ആം ഹാപ്പി, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാ. തൊലി ഉരിഞ്ഞല്ലോ, ഫാന്റാസ്റ്റിക്, അമേസിങ്. കാരണം ഈ പ്രോഗ്രാം എന്താ വെച്ചാൽ, ഈ സെഷൻ എന്തായാലും സക്സസ്ഫുൾ ആയി, ഈ കമ്മ്യൂണിറ്റി എന്തായാലും വിജയിക്കും. തൊലി ഉരിയനോട് നമ്മളൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. അവരാരും വന്നിട്ട് ഇങ്ങനെ സത്യമൊന്നും ആരും വിളിച്ചു പറയൂല. കാരണം എന്താ വെച്ചാൽ, നാളെ ഇപ്പൊ എന്നെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു വെച്ച് വറീഡായിട്ട് ഇരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നോട് എന്റെ സുഹൃത്തുക്കളും, എന്നോട് എന്റെ മെന്റേഴ്സും, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടും എന്റെ മെന്റേഴ്സിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങൾ ബിസിനസ് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ഓണസ്റ്റിയുടെ സംസാരമാണ്. നീ എന്താ ഷാഫി ഉണ്ടാക്കിയത്, നീ കുറെ കാലമല്ലോ ഇങ്ങനെ 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 വലിയ ഡയലോഗ് അടിച്ച് നടക്കുന്നത് എന്ന ചോദ്യം എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത്. അതേപോലെ തന്നെ എന്താ വെച്ചാല് ബാക്കിയുള്ളവർ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെന്റേഴ്സ് പറയും, ഇങ്ങനെ ചെയ്താൽ പറ്റില്ല, അങ്ങനെ ചെയ്തു, അങ്ങനെ തന്നെ വേണം. പേയ്മെന്റ് കൊടുക്കുമ്പോൾ, വലിയ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഡയലോഗ് കിട്ടും കേട്ടോ. അതിപ്പോ ഫ്രീ ആയിട്ട് അങ്ങനെ കിട്ടിയത്, ഇത് വലിയ പേയ്മെന്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഡയലോഗ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ 1,40,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സിംഗിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടെന്ന് വെച്ചാൽ, അതേ പണി ഇപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താ വിളിക്കാന്ന് ചോദിച്ചു. എല്ലാ മെമ്പർ പറയാണ് പൊട്ടൻ, അതായത് ആ പണി പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓല് പറയാണ് ഓലിപ്പോ ചെയ്യണ പൊട്ടത്തരാണ്, പൊട്ടനാണില്ലേ ഞാൻ, ഓൽക്ക് തുലിരിഞ്ഞ്. അപ്പൊ ശരിക്കും വലിയ എമൗണ്ട് തരുന്ന ആൾക്കാരടുത്ത് പറയുന്ന സാധനം ഞാൻ പറഞ്ഞത്, ഞാനത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കും വെച്ചാൽ വിപരീത റിസൾട്ട് പലർക്കും ഉണ്ടാവും. പലർക്കും ഉള്ളിൽ എന്തെങ്കിലും കുത്തും, ഒരു സമാധാനം സുഖം ഉണ്ടാവും. 2 ദിവസം നോക്കിക്കോളൂ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, വേറെ ന്യായീകരണ കഥകളായിട്ട് നിങ്ങൾ വരാൻ തുടങ്ങും. കാരണം നിങ്ങളെ ഈഗോ നല്ലോണം ഹേർട്ടായിട്ടുണ്ടാവും. ഹേർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കഥകളായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേറെ ആ കഥയായിട്ട് നിങ്ങൾ കൊണ്ടുണ്ടല്ലോ. അതിനുള്ള മറുപടി ഇത്രേ ഉള്ളൂ, അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ആണ്. സങ്കടവും വിഷമവും വന്ന് ചെറുപ്പത്തിൽ ദേഷ്യം കാട്ടീനെ, ചെറുപ്പത്തിൽ എന്താ പറയാ കുയിന്തും കുന്നായ്മയും പ്രശ്നങ്ങളും എന്താ പറയാ ദേഷ്യവും വാശിയും ഒക്കെ പിടിച്ചിരുന്ന, കരഞ്ഞിരുന്ന, മോങ്ങിയിരുന്ന, പരിഹസിക്കപ്പെട്ടപ്പോ, കുറ്റപ്പെടുത്തപ്പെട്ടപ്പോ, സ്ട്രെസ് ഉണ്ടായപ്പോ ആ കുട്ടി അവിടെ ഹീലാവാതെ കിടക്കുന്നുണ്ട്. ആ കുട്ടിയാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അതിന്റെ റിയാലിറ്റി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നാളെ നിങ്ങൾ എണീക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ന്യായീകരണം കാണാൻ തുടങ്ങും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് ആ ന്യായീകരണം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്കാവും. മറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിച്ച് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇയാൾക്ക് ഇത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാൻ ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ മാറും, നിങ്ങൾ രക്ഷപ്പെടും. ആ രക്ഷപ്പെടലായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നിപ്പോ നിങ്ങൾ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ, ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾ കേട്ടിട്ട്, റിയാലിറ്റി കേട്ടിട്ട്. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ചില നേരത്ത് നമുക്ക് ഇങ്ങനത്തെ ഉണർത്തലുകൾ ആവശ്യമാണ്. അപ്പൊ ഇത് പോസിറ്റീവായിട്ട് എടുക്കും. എന്റെ സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തില്, ഷഫിപ്പാണി എടുത്ത നിനക്ക് നല്ലത്, നിനക്ക് നീയായിട്ട് ഉണ്ടാക്കി വെച്ച കുറെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പണിയെടുത്താൽ നിനക്ക് നല്ലത് എന്നുള്ള രീതിയിൽ എന്നോട് ഒരു 3-4 വർഷം മുമ്പ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു. 3-4 വർഷം മുമ്പ്. അപ്പൊ ആ സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ എനിക്കൊരു ഉൾക്കൊള്ളാൻ എളുപ്പമുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇരുന്ന്, പക്ഷെ ഞാൻ എന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണ്. അപ്പൊക്കെ ഞാൻ പറയണം എന്നോട്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഇല്ല അവൻ എന്നോട് നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞത്, നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞത്, നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞത്, നല്ലതിന് വേണ്ടിയിട്ടാ പറഞ്ഞത്. ഞാൻ എപ്പോഴും റിപ്പീറ്റ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്നെ സമാധാനിപ്പിച്ച് ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എന്റെ ലൈഫ് രക്ഷപ്പെട്ടു. അതുപോലെ ഒരു സുഹൃത്താണ് ഞാൻ. നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ഇതുപോലെ തുറന്നു പറയുന്ന സുഹൃത്തുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ തെറ്റിപ്പോകും, നിങ്ങൾ ചിലപ്പോൾ പിണങ്ങിപ്പോകും, നിങ്ങൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ദേഷ്യം കാണിക്കും, വാശി കാണിക്കും. ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും പറയാതെ നിൽക്കുന്നുണ്ടാവും. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വെറുതെ അവരുടെ ഇടയിൽ പോയിട്ട് ഞാൻ അത് ചെയ്യുന്ന ഡയലോഗ് ഒന്നും അടിക്കണ്ട. അവർ മിണ്ടാണ്ടിരിക്കണമെന്ന് വെച്ചാൽ ആ ബന്ധം വഷളാണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെയല്ല. ആ സുഹൃത്തായിട്ട് നിങ്ങൾ ആ സുഹൃത്ത് പറയേണ്ട വർത്താനാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഉപ്പ പറയേണ്ട വർത്താനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ഉമ്മ പറയേണ്ട വർത്താനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവ് പറയേണ്ട വർത്താനമാണ്, ഭാര്യ പറയേണ്ട വർത്താനമാണ്, നിങ്ങളുടെ മക്കൾ പറയേണ്ട വർത്താനമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് എന്ന് കൂട്ടിയാൽ, നിങ്ങളുടെ സഹോദരങ്ങൾ പറയേണ്ട വർത്താനമാണ് നിങ്ങളോട് പറയേണ്ടത് ഞാൻ പറഞ്ഞത് എന്ന് കൂട്ടിയാൽ മതി. ആ ഒരു വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ നിങ്ങളോട്. ഇന്നിപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടോളൂ. ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഉപകാരപ്പെടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻസ്? ഞാൻ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചു. എന്താണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒന്ന് പറയാവോ? ഒന്ന് ഷെയർ ചെയ്യാവോ? നമുക്കൊരു ഗ്രൂപ്പ് ആണല്ലോ അത്, നമ്മളൊരു ഗ്രൂപ്പ്, ഞാൻ മാത്രം സംസാരിക്കുകയല്ല. ഒന്ന് ഷെയർ ചെയ്യൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. എന്താ ഇന്ന് ഫീൽ ചെയ്ത ഫീലിംഗ് പറയാം, ബാക്കിയുള്ളവർക്കും കൂടി നിങ്ങൾക്കൊന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കേൾക്കട്ടെ, അവർക്കും ചിലപ്പോൾ അത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിഞ്ഞത് വേറെ രീതിയിലേക്ക്, അവർക്ക് തിരിഞ്ഞത് വേറെ രീതിയിലേക്ക്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിൽ വന്ന ചിന്ത എന്താ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഷെയർ ചെയ്തേ. ആരാ ഷെയർ ചെയ്യാ? ഹു വിൽ ഷെയർ? സൂപ്പർ ക്ലാസ്, എക്സ്ട്രീംലി മോട്ടിവേറ്റിംഗ്. ഓക്കെ, ഇത്ര പവറുള്ള ക്ലാസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫാരിസ്, യാ, ക്ലാസ്സിനെ പറ്റി നല്ലത് പറയാന്നുള്ളതല്ല, നിങ്ങൾ തിരിച്ചറിവ് പറയും. എന്താ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായത്? ഒന്ന് ഷെയർ ചെയ്യും. ആരാ പറയാ? എടോ അവസരാടോ. ഞാൻ നേരത്തെ പറഞ്ഞ വിളിച്ചു വരൂല. പറഞ്ഞോ, ആരാ? ഇക്ബാലാണ്. ഇക്ബാൽക്ക, പറഞ്ഞോളൂ. ആദ്യം കുറെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ദുരഭിമാനം. പിന്നെ മറ്റവനെന്ത് പറയും, ഇവനെന്ത് പറയും, അവനെന്ത് പറയും എന്നൊക്കെ ഉണ്ടായത്. അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും കുറച്ച് ബാക്കിയുണ്ട്.
നമ്മൾ ഇനി ഫീൽഡിൽ അതെന്ത് ചെയ്യണം? ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് നിൽക്കണോ? പറയുന്നുള്ള അതും കൂടി എടുത്ത് കളയണം. ഇനി അതും പറഞ്ഞ് നിൽക്കണോ ഇനി? ഇല്ല, ഇനി വേണം, എന്താണ് അതെടുത്ത് പ്ലാൻ? അത് കളയണം. പറയും. എടുത്ത് കളയണം. എടുത്ത് കളയണം എന്നല്ല, അത് എന്നാ കളഞ്ഞു, അത് പോയി, അത് എടുത്ത് കളഞ്ഞു, ഇനി അത് വേണ്ട, ഇനി അതില്ല. മനസ്സിലായോ? ഇനി ആ സംസാരം ഇല്ല, ആ ഡയലോഗ് ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി ആ ചിന്ത പോലും ഇല്ല. വേറെ ആരാ ഉള്ളത്? പറയൂ. നെക്സ്റ്റ് ആർക്ക് ഷെയർ ചെയ്യാനുള്ളത്? മൻസൂർ മുഹമ്മദ് പറഞ്ഞോളൂ, അവസരമാണ്, പറഞ്ഞോളൂ. ഹായ്. ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് നമുക്ക് പ്രോഗ്രാമിലൂടെ കിട്ടിയത്. പിന്നെ വെച്ചാൽ നമ്മള് ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുക എന്നല്ലാണ്ട് അതിനനുസരിച്ചൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു മൂവേഴ്സ് നമ്മൾ ആവുന്നില്ല. നമ്മൾ കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എത്തുന്നില്ല. അപ്പൊ ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, നമ്മൾ എവിടേക്ക് മൂവ് ചെയ്യണം, എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്നുള്ള ഒരു ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമ്മള് ഓരോ കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ല, അതിലേക്ക് മൂവ് അതിനെന്ത് ചെയ്യാൻ ചെയ്യാ? അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. റൈറ്റ്, അപ്പോൾ നമ്മൾ ചാടുക, കുറെ ഫലത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇറങ്ങി അത് ചെക്ക് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നല്ലതാണെങ്കിലും നമുക്കറിയില്ല. നല്ലതാണെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ അത് വേറെ പിടിക്കണം. ദാറ്റ്സ് ഓൾ. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ വരമ്പത്ത് നിന്നിട്ട് കാര്യമില്ല. തോട്ടിലൂടെ മീൻ ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഏതാ മീൻ, ഈ മീൻ വേണോ, ആ മീൻ വേണോ, ഈ മീനെ കിട്ടുമോ, ആ മീനെ കിട്ടുമോ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. ചാടുക, പിടിക്കുക, മുണ്ടുമായിട്ട് ചാടിയിട്ട് എന്ത് ചെയ്യണം, കോരി പിടിക്കണം. ദാറ്റ്സ് ഓൾ. വേറെ വഴിയൊന്നുമില്ല. ഭയപ്പാട് ഭാവിയെ നഷ്ടപ്പെടുത്തി. ആ തിരിച്ചറിവുണ്ടായല്ലോ, ഇനി വേണ്ട, ആ ഭയപ്പാട് വേണ്ട. ആരെ പേടിക്കാൻ, എന്ത് പേടിക്കും? ആകെ ഒരൊറ്റ അവസരമുള്ളൂ. പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തട്ടിത്തടഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ കല്ലുമ്മ കാല് തട്ടിയിട്ട് തട്ടി അടഞ്ഞ് വീണ് അങ്ങോട്ട് മരിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞ്. മനസ്സിലായോ? അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ഇനി ചിന്തിക്കണ്ട. ഇറങ്ങിത്തിരിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഡസന്റ് മാറ്റർ. ലിവ് യുവർ ലൈഫ്. 4 ദിവസം അവർക്കൊക്കെ പറയാൻ സമയം ഉണ്ടാവുള്ളൂ, പിന്നെ അവർ നിർത്തിക്കോളൂ. ആ 4 ദിവസം അവരെ കാണാൻ പോകണ്ട. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ വേറെ സ്വല അല്ലെ. എല്ലാ വാർത്തയും എങ്ങനെയല്ലേ ഉണ്ടാറ്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്ത 4 ദിവസം ഉണ്ടാവും, പിന്നെ കഴിഞ്ഞാൽ പോകും അല്ലേ. എന്തൊക്കെ വിവാദമായിരുന്നു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. എന്താ പൃഥ്വിരാജ് ചെയ്ത്? ഒരാളോട് മിണ്ടാണ്ട് അടങ്ങനെ ഇരുന്ന്, ഒരക്ഷരം വേണ്ടിയില്ല, പുറത്തേക്ക് വന്നില്ല. പുള്ളിക്ക് അറിയാം 4 ദിവസം കഴിഞ്ഞാൽ വേറെ വാർത്ത വരും, അതിന്റെ പിന്നാലെ പോകും. അത് പോയി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ അത് അത്രയേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മൾ മുഖം കാണിക്കാൻ പോകണ്ട, അവരുടെ പോകണ്ട. ഇനിയിപ്പോ വീട്ടിൽ നിന്നാണ് പറഞ്ഞാൽ ചില മൈൻഡ് ചെയ്യണ്ട, ഇഗ്നോർ ചെയ്യാം. കുറെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവര് മനസ്സിലാവും, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരാ ഭാഗം ഒഴിവാക്കും. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ലൈഫാണ്, നിങ്ങളെ പറഞ്ഞിരിക്കലൊന്നല്ല സമയം. അപ്പൊ ആ മൂഢമായ തിങ്കിങ് ഒഴിവാക്കിയിട്ട് ഇറങ്ങി തിരിച്ചോളൂ. അടുത്ത ആഴ്ച വീണ്ടും അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല, സ്നേഹത്തിൽ നിന്നാണ്. സത്യസന്ധമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. കുറെ കാലങ്ങളായിട്ട് എനിക്കിങ്ങനെ സംസാരിക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം എനിക്കറിയാം ഇത് പറയുന്ന സമയത്ത് പലർക്കും പല രീതിയിൽ അത് എഫക്ട് ചെയ്യും. അതിനോ അതിനൊരു ഭയങ്കര സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. അപ്പൊ ആ സൈഡ് എഫക്ട്സ് പലർക്കും ചില മനസ്സത്ര ശക്തമല്ലാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ ഇതിന് റൈറ്റ് ആയിട്ട് ഉൾക്കൊള്ളാതെ ചില ആൾക്കാർക്ക് തെറ്റായ രീതിയിൽ എന്നെ തെറ്റിദ്ധരിക്കാനൊക്കെ കാരണമാണ്. അപ്പം പക്ഷെ ഞാൻ അത്ര കൺസേൺഡ് അല്ല. ബട്ട് സ്റ്റിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരിക്കാറ്. പലപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് സംസാരിക്കാനാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എന്റെ പണ്ടത്തെ വീഡിയോ കണ്ട ആൾക്കറിയാം, അന്നാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതെനിക്ക് ഇടയ്ക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം കൊണ്ടുവരുന്ന സാധനമാണ്. അത് ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവന്നിട്ട് ഞാൻ ഇതെന്റെ രീതി അല്ല. എന്റെ രീതി സ്നേഹത്തിന്റെ, കമ്പാഷന്റെ, സാന്ത്വനത്തിന്റെ രീതിയാണ്. ആ രീതിയിലൂടെ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങളോട് ആ സ്നേഹം, സാന്ത്വനം, സന്തോഷമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. തെറ്റിദ്ധരിക്കേണ്ട, തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം. പക്ഷേ ദിസ് ഈസ് ദ റിയാലിറ്റി. ഞാൻ ഇന്ന് സംസാരിച്ചാണ് റിയാലിറ്റി. ഓക്കെ, ഇന്ന് സംസാരിച്ചാണ് ഇതിന്റെ റിയാലിറ്റി. നമുക്ക് പണിയെടുത്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം. യെസ് വെബിന, യെസ്, വെരി ഗുഡ്. ഓൾ റൈറ്റ്. സോ നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെയുള്ള ഇപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഹൗ വാസ് ദ സെഷൻ? എല്ലാവരും ഒന്ന് കമന്റ്. നിങ്ങളെ ഒന്ന് വായിച്ചിട്ട് എനിക്ക് സന്തോഷിച്ചിട്ട് ഒന്ന് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും ഫീലിങ്സ് ഒന്ന് പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. ഗുഡ് ഫീലിംഗ്. റിയലി ഫയർ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, റിയലി മോട്ടിവേഷൻ ക്ലാസ്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. എനിക്ക് പനി ആയതുകൊണ്ട് സൗണ്ട് പ്രോബ്ലം ഉണ്ട്, നമ്മൾ സംസാരിക്കുന്നില്ല. വെരി ഗുഡ്. ഓക്കെ, ശോഭ മാം, താങ്ക് യു. ഇറ്റ് വാസ് ടച്ചിങ്. എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ. ആക്ച്വലി പനി ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഐ ഡോണ്ട് നോ, എന്റെ പനിയൊക്കെ പോയിട്ടുണ്ട്. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലേക്ക് സപ്പോർട്ടീവായിട്ട് പോസിറ്റീവായിട്ട് എടുത്തു. ദാറ്റ് ഇസ് ദ സ്പിരിറ്റ്. സോ യു ഹാവ് ദാറ്റ് ക്വാളിറ്റി. നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ട്. സ്പോട്ട് ആ ഒരു എന്റർപ്രണോറിയൽ ക്വാളിറ്റി ഉണ്ട്, ആ ഒരു വിജയിക്കണം എന്നുള്ള ക്വാളിറ്റി ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി. അതിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാവരും. സോ താങ്ക് യു വൺസ് അഗെയിൻ. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം, ഓരോരോ ക്ലാസ്സുകളായിട്ട്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എല്ലാവരും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കാറ്റലിസ്റ്റ്, വെൽത്ത് കാറ്റലിസ്റ്റ് ഗ്രൂപ്പിൽ ഇന്നത്തെ ക്ലാസ് എല്ലാവരോടും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വോയിസ് ഇടണം കേട്ടോ. ഈ ഫീലിംഗിൽ ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, നോക്കിയിരിക്കരുത്, ഇപ്പൊ തന്നെ പോയിട്ട് അങ്ങ് ചാർജ് അങ്ങ് ഷെയർ ചെയ്യും കേട്ടോ. ഒന്നും ഇനി നോക്കി നിൽക്കരുത്, ഞാൻ എന്ത് പറയും എങ്ങനെ പറയും ഒന്നും ആലോചിക്കണ്ട. ആ ഫീലിംഗ്, ഇന്നത്തെ ക്ലാസ് മോനെ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു. എന്താണ് പറയാൻ തോന്നുന്നത് അതുപോലെ അങ്ങോട്ട് പറയും. ഓക്കെ, നേരിട്ട് കാണാം. യെസ് യൂനിസ് അലി, നമുക്ക് നേരിട്ട് കാണാം. 1-ാം തീയതി നേരിട്ട് കാണാം. താങ്ക് യു. സീ യു നെക്സ്റ്റ് വീക്ക്. Another amazing mind blowing session. Thank you.